നമ്മുടെ ചാനൽ ഇടാൻ വേണ്ടിയാണ്. ചൈനോട് വെച്ചെന്ന് വല്ല ഉണ്ടോ സ്റ്റാൻഡിൽ? സ്വാഗതം പറയുന്നത് ശ്രീ ലക്ഷ്മിനാരായണൻ. ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരം. നവീകരണ കക്ഷത്തിൻ്റെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ രാവിലെ പൂർത്തീകരിച്ചതിന് ശേഷമുള്ള ഭക്തിസാന്ദ്രമായ ഈ സന്ധ്യയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്വാമിജി നദി അവരുടെ സ്വാഗതം ചെയ്യുക എന്നുള്ളൊരു കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. അതിലെത്രത്തോളം ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നറിയില്ല. ഔദ്യോഗികമായിട്ട് ആ കർമ്മം ഞാൻ നിർവഹിക്കുകയാണ്. ഇവിടെ ചേർന്നിട്ടുള്ള ഭക്തജനങ്ങളെ, ഇന്ന് നവീകരണ കലശം 11ാം ദിവസമാണ്. ഇതുവരെയുള്ള പരിപാടികളെല്ലാം വളരെ ഭംഗിയായി നടന്നു. ഇന്ന് ഇവിടെ സ്വാമിജിയുടെ പ്രഭാഷണം കേൾക്കാനും ഇടങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്തിൽ ഞാൻ വളരെ ധരിപ്പിക്കുന്നില്ല. അദ്ദേഹത്തെ ഇതിനു വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. നവീകരണ സഹസ്രകലശവും വിളക്കുമാട സമർപ്പണവും കൊണ്ട് ധന്യമാകുന്ന ഒളരിക്കര ശ്രീ ഭഗവതിയുടെ സന്നിധിയിൽ വിഷു കഴിഞ്ഞ് അടുത്ത ദിവസം ഇവിടെ അമ്മയെ ദർശിക്കാനും ഈ നാടിൻ്റെ സുഹൃതികളായ അനുഗ്രഹീതരായ നിങ്ങളെയൊക്കെ കാണാനും നമ്മുടെ ഋഷിവര്യന്മാരുടെ വാക്കുകൾ പങ്കുവയ്ക്കാനും സാധിച്ച ഭാഗ്യത്തിന് മുമ്പിൽ അമ്മയെ നമസ്കരിച്ചുകൊണ്ട് എല്ലാ ആത്മബന്ധുക്കൾക്കും എൻ്റെ സഹസ്രകോടി പ്രണാമം. ഏറെ ആദരണീയനായ ക്ഷേത്രം ഭാരവാഹികൾ, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന നവീകരണ കലശത്തിൻ്റെ ആചാര്യന്മാർ, ക്ഷേത്രാചാര്യന്മാർ, എല്ലാവർക്കും എൻ്റെ പ്രണാമം, നമസ്കാരം. ഒരു ക്ഷേത്രം നവീകരണം നടക്കുക എന്ന് പറയുമ്പോൾ തലമുറകളിലേക്ക് നമ്മൾ പങ്കുവെക്കേണ്ട ചില അറിവുകൾ കൂടിയുണ്ട്. നമ്മുടെ ഹിന്ദു സമൂഹം എപ്പോഴും ആചരണവും ആഘോഷവുമായി പോകുമ്പോൾ വേറെ വശത്ത് നമ്മൾ നമ്മുടെ തലമുറകളെ ഒന്ന് നോക്കുക. വരുന്ന തലമുറ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു സന്ദേശം, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, പലതും നടക്കും, നടക്കാതിരിക്കാം. പക്ഷെ ഇവിടെയൊക്കെ അവരെ സ്വാധീനിക്കുന്നത് ക്ഷേത്ര സംസ്കാരത്തെക്കാൾ ഉപരി ഒരു സമൂഹത്തിൻ്റെ ചിന്താഗതികൾ. അത് ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ സമൂഹ ചിന്തയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ സ്വയം നോക്കൂ. ഞാൻ പറയുന്നത് വലിയ ഗ്രന്ഥങ്ങളിലുള്ള അറിവല്ല. നിങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ നോക്കും. നമ്മുടെ കുട്ടികളുടെ സ്വഭാവം. ഇന്ന് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് എടുത്തുചാട്ടത്തിൻ്റെയും അതുപോലെ തന്നെ വളരെ ദുർബലമായ മനസ്സിൻ്റെയും, വിഷമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിത്തളരുന്ന, ഒരു മനോബലമില്ലാത്ത, മനഃശക്തിയില്ലാത്ത
ഒരു ആത്മബലമില്ലാത്ത സമൂഹമായി മാറുന്നുണ്ട് എന്നതിൽ ഒരു സംശയമില്ല. ഇപ്പം ഭയപ്പാടോടുകൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ തലമുറയെ കാണുന്നത്. എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക, എപ്പോഴാണ് പൊട്ടിത്തകരുക എന്നറിയില്ല. കാരണം ദിവസവും നമ്മുടെ പത്രം നോക്കിക്കഴിഞ്ഞാൽ ആത്മഹത്യകളുടെ എണ്ണം, കൊലപാതകങ്ങളുടെ എണ്ണം നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ കൂടി വരികയാണ്. ഇവിടെയാണ് നമ്മൾ ഈ തരത്തിലുള്ള സത്സംഗങ്ങളിലൂടെ ഒരു പരിഹാരം ഇതിന് കണ്ടെത്തണം. കാരണം ഹിന്ദുവായ നമുക്കൊരു വലിയൊരു വിഷമമുള്ളത് മറ്റു മതസ്ഥർക്കല്ല. അവരുടെയൊക്കെ മതഗ്രന്ഥങ്ങൾ പഠിക്കാനുള്ള സംവിധാനങ്ങൾ അവരുടെ മതമേധാവികളും അതുപോലെ ഗവൺമെൻറ് ഭാഗത്തും സപ്പോർട്ടുണ്ട്. അതിപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിന് അവരുടെ മതം അവരുടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരിൽ കൂട്ടായ്മയുണ്ട്, അവരിൽ ഐക്യമുണ്ട്, ഒത്തൊരുമയുണ്ട്. അത് നമുക്ക് കാണാം. തൃശ്ശൂരിലുള്ളവർ നിങ്ങളോട് പറയേണ്ട കാര്യം. ഇനി ഇസ്ലാം സമൂഹത്തെ സംബന്ധിച്ച് വളരെ ശക്തമായ ചട്ടക്കൂടുണ്ട്. ഇന്നത്തെ അവർക്ക് വോട്ട് ബാങ്ക് വളരെ ശക്തമാണ്. കേരളത്തിൻ്റെ ഗതിവിഗതികൾ തീരുമാനിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നു. അതെങ്ങനെ രൂപപ്പെട്ടു? കുഞ്ഞുനാൾ മുതൽക്ക് തന്നെ മദ്രസകളിലൂടെ അവരുടെ ഖുർആൻ പോലുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുന്നു. എന്നാൽ നമ്മുടെ ഒരു അവസ്ഥ ആലോചിച്ചു. ക്ഷേത്രത്തിൻ്റെ ഭരണം പോലും ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിട്ട് അവിടുത്തെ വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കാതെ ചെലവ് ചിന്തിക്കുക എന്നല്ലാതെ വരുന്ന തലമുറയ്ക്ക് ഹിന്ദു സംസ്കൃതിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്ന് ഏത് ഗവൺമെൻറ്റാണ് ആഗ്രഹിക്കുന്നത്? അപ്പം നമുക്കിനി ഒരു മുന്നോട്ട് പോകണമെങ്കിൽ തളരാത്ത മനസ്സുകൾ രൂപപ്പെടുത്തണമെങ്കിൽ, സ്നേഹമുള്ള മനസ്സുകൾ രൂപപ്പെടുത്തണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഇന്നലെ ഒരു വിഷുവിൻ്റെ ദിവസം, നിങ്ങൾ നോക്കൂ, വിഷു കേരളീയർക്ക് നമ്മളെ സംബന്ധിച്ച് കണ്ണനെ കണി കണ്ട് ഒരു വർഷം അതിൻ്റെ കാരണം ഒരു വർഷത്തിൻ്റെ ചീത്ത കാണുന്ന അനുഭവത്തിൻ്റെ ദിവസം. പത്രമെടുത്ത് നോക്കുമ്പോൾ തന്നെ കാണുന്നത് ഒരു പെണ്ണിനെ പെട്രോൾ ഒഴിച്ചു കൊന്ന് ഒരുതൻ ആത്മഹത്യ ചെയ്തവരാണ്. അത് ഹിന്ദുവാണ് ചെയ്തത്. ഈ തരത്തിലുള്ള ദുരിതങ്ങളും ദുരന്തങ്ങളും നമ്മുടെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി കാണാതെ നമ്മുടെ തലമുറകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഈ നവീകരണ കലശങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോൾ, നവീകരണ കലശം കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള ചൈതന്യം വർദ്ധിപ്പിച്ചൊരു ക്ഷേത്രം വളർന്ന് വികസിക്കുമ്പോൾ എന്താണ് ക്ഷേത്രം, എന്തിനാണ് ക്ഷേത്രം, ഒരു സന്ദേശം നമുക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ അമ്പലത്തിൽ പോകുന്നവരാണ്, നിങ്ങളോട് ചോദിക്കാൻ എന്താണ് ക്ഷേത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അമ്പലം, അത്രയും ഭൂരിപക്ഷം ആളുകൾക്കും അത്രയും. എന്നാൽ ക്ഷേത്രം എന്ന വാക്കിന് ഋഷിവര്യന്മാർ കൽപ്പിച്ച അർത്ഥമില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഹിന്ദുക്കൾ ഇനിയെങ്കിലും ഒന്ന് ഉണർന്ന് ചില ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ അൻപതിയാണ്. അതുപോലെ മുഴുവൻ പഠിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഒന്നാമത് സംസ്കൃതത്തിൽ എഴുതി വെച്ചുകൊണ്ട് അത് നമ്മളെ പഠിപ്പിച്ചില്ല ഭാഷ. ഒരുപക്ഷെ നമ്മൾ കുഞ്ഞുനാൾ മുതൽക്ക് സംസ്കൃതം അറിയുന്നവരായിരുന്നെങ്കിൽ ഗീതയൊക്കെ വായിച്ചാൽ നമുക്ക് അർത്ഥമാക്കുമായിരുന്നു. ഇന്നിപ്പോൾ പലർക്കും ഭാഗവതത്തോട് താല്പര്യമുണ്ട്, ഭാഗവതം ഇഷ്ടമാണ്, പക്ഷെ വായിക്കാൻ പറ്റുന്നില്ല സംസ്കൃതമായിരുന്നു. മൂലഭാഗവതം വായിച്ചെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല. നേരെ മനസ്സിൽ സംസ്കൃതം പഠിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എളുപ്പം വഴങ്ങുമായിരുന്നു, മനസ്സിലാകുമായിരുന്നു, ആസ്വദിക്കാമായിരുന്നു. ശരിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നോക്കും, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അറബി പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് ഖുറാൻ വായിക്കാൻ പറ്റും. നിങ്ങൾ നോക്കും, മുസ്ലിം കുട്ടികൾ ഒന്നിച്ചിരുന്നാൽ അവർ ഖുറാൻ ഓതുന്നത് അറബിയിലാണ്. ആണോ? അവർക്ക് ഭാഷ അവർക്ക് വരുന്നുണ്ട്, കുഞ്ഞുനാൾ മുതലേ അവരെ ആ ഭാഷ പഠിപ്പിക്കുന്നു. എന്നാൽ എങ്ങാനും ഒരു സംസ്കൃത ഭാഷ പഠിക്കാൻ ശ്രമിച്ചാൽ തന്നെ അപ്പോഴേക്കും ഇവിടെ പ്രശ്നങ്ങളാണ്. ഇവിടെ വർഗീയമായി ബ്രാഹ്മണിക്കൽ എജുമണി, ആ പ്രശ്നം, ഈ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നത് ഹിന്ദു സമൂഹം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു വകതിരിവില്ലാതെ പോകുന്നു. കുറേ ബുദ്ധിപരമായിട്ടുള്ള അറിവ് നേടുന്നുണ്ട്. സ്കൂളിൽ നമ്മൾ ട്യൂഷൻ പറഞ്ഞയക്കുന്നു, അവർ എഞ്ചിനീയറോ ഡോക്ടറോ ആകുന്നു. പക്ഷേ വെറും ബുദ്ധിപരമായി ഒരു ബ്രെയിനിൽ ഒരു പാർട്ട് മാത്രം വളർത്തി നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ ഒരു ഇമോഷണലായിട്ടുള്ള ബ്രേക്ക് ഡൗൺ വരുമ്പോൾ, ഒരു ഇമോഷണലായിട്ടുള്ള എന്തെങ്കിലും മാനസിക പ്രശ്നം വന്നാൽ
അതിനെ ഓവർകം ചെയ്യാൻ അവരുടെ ഹോൾ ബ്രെയിൻ സിസ്റ്റം പ്രാപ്തമല്ലെങ്കിൽ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദ എഡ്യൂക്കേഷൻ? കാര്യമില്ല. നമ്മൾ പറയാതെ അടി തെറ്റിയാൽ ആനയും വീഴുന്നു എന്ന് പറഞ്ഞ പോലെ മനസ്സ് തളർന്നാൽ എല്ലാം പോയി. അപ്പൊ തളരാത്തൊരു മനസ്സവർക്ക് നേടിയെടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമെങ്കിൽ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വേണ്ടേ? അവിടെയാണ് ഈ ക്ഷേത്രം എന്ന വാക്കും നമ്മുടെ ലക്ഷ്യവും തമ്മിൽ ഒന്നിച്ചു ചേരുന്നത്. ക്ഷേത്രം എന്ന വാക്കിന് ഋഷിവര്യന്മാർ കൽപ്പിച്ചിരിക്കുന്ന അർത്ഥം കേവലം ഒരു കെട്ടിടം എന്നതല്ല. നിങ്ങൾ ഭഗവത്ഗീതയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 13-ാം അധ്യായത്തിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്നത്, ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതേ. ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതേ. ഹേ കൗന്തേയ, ക്ഷേത്രം എന്ന വാക്കിന് ഇതം ശരീരം, ശരീരം എന്ന് അർത്ഥമെടുക്കണം. അപ്പോ ശരീരം എന്നാൽ എന്താ അർത്ഥം? അപ്പൊ നമ്മൾ ഈ കേവലം ഈ ശരീരമായിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകുമ്പോൾ കൃഷ്ണൻ പറയുന്നത്, ശരീരം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് 2 ശരീരങ്ങളുണ്ട്. ഒന്ന് സ്ഥൂലമായൊരു ശരീരം, 2 സൂക്ഷ്മമായ ശരീരം. ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. സൂക്ഷ്മവും സ്ഥൂലവും മനസ്സിലാക്കാൻ ഇന്ന് നമ്മൾ ആ ടെക്നോളജിയുടെ വേൾഡിലാണ് ജീവിക്കുന്നത്. ഞാൻ ഈ മൈക്ക് ഉപയോഗിക്കുന്നു. ഈ മൈക്കിന്റെ ഈ രൂപം അതിന്റെ സ്ഥൂല രൂപമാണെങ്കിൽ അതിനൊരു ഇലക്ട്രിക് പവർ ഇല്ലെങ്കിൽ പിന്നെ അത് വർക്ക് ചെയ്യില്ല. ആ ഇലക്ട്രിക് പവറിനെ എനിക്ക് കാണാൻ പറ്റില്ല. അതിലൊരു ഇലക്ട്രോ മാഗ്നറ്റിക് പവറുണ്ട്. അതുള്ളത് കൊണ്ടാണ് എൻ്റെ ശബ്ദം ആകർഷിക്കുന്നത്. അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ബൾബ് കത്തുന്നു. ആ കത്തുന്ന ഒരു ബൾബ് എന്ന് പറയുന്ന സ്ഥൂല രൂപത്തിനുള്ളിൽ ഇലക്ട്രിക് പവർ ഇല്ലെങ്കിൽ അത് കത്തില്ല. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രാണൻ എന്നൊരു ശക്തി, ചിന്ത എന്നൊരു ശക്തി. ഈ പ്രാണനും ചിന്തയും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഈ സ്ഥൂല ശരീരം ഇവിടെ ധരിക്കാൻ പോകും. ഞാൻ എൻ്റെ കയ്യും കാലം നാക്കും ഉപയോഗിച്ചിട്ട് വർത്തമാനം പറയുമ്പോൾ കയ്യും കാലം ഇളകുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള പ്രാണശക്തിയും മനസ്സും പ്രവർത്തിക്കുന്നുണ്ടാണ്, അല്ലേ? ഇത് രണ്ടും പ്രവർത്തിച്ചില്ലെങ്കിൽ എൻ്റെ മനസ്സ് നിശ്ചലമായി, എൻ്റെ പ്രാണശക്തി നിശ്ചലമായി ഞാൻ ശവമാണ്, വെറും ഒരു ജഡശരീരം. അപ്പൊ ഈ മനസ്സും അതിൻ്റെ പ്രാണശക്തിയും ചേർന്ന് ഇതിനൊരു സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നു. അപ്പൊ 2 ശരീരങ്ങൾ, സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും. ഈ 2 ശരീരങ്ങളെയാണ് കൃഷ്ണൻ ക്ഷേത്രമായിട്ട് സൂചിപ്പിക്കുന്നത്. അത് ഗീതയിൽ 2-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, ശരീരവും ശരീരവും, ദേഹവും ദേഹിയും. ഈ 2 ശരീരങ്ങളെയും ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യാൻ സഹായിക്കുന്നതാണ് ക്ഷേത്രം. ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുക. ഈ വാക്കുണ്ടല്ലോ, ഇന്ന് നമ്മൾ ഏറെ പഠിക്കേണ്ട ഒരു വാക്കാണ്. ക്ഷതം ത്രാണനം ചെയ്യുക. അപ്പൊ ക്ഷതം എന്നാൽ എന്താണ് അതിനൊരർത്ഥം? കാരണം ഇന്ന് നമ്മൾ നോക്കൂ, നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു പ്രായമായാൽ ഒരുപാട് മരുന്ന് കഴിക്കുന്ന കൂട്ടത്തിലായി മാറി നമ്മളൊക്കെ. ഇന്നിപ്പോൾ BP-ക്ക് മരുന്ന് കഴിക്കാത്ത, ഷുഗറിന് മരുന്ന് കഴിക്കാത്ത, കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കാത്ത ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ്. എന്ത് ഇത്രയധികം മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നത്? ഒരുപക്ഷെ നിങ്ങളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ യാത്ര ചെയ്താൽ, UP പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ മരുന്ന് കഴിക്കുന്നവർ താരതമ്യേന കുറവാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് വൃന്ദാവനം വരെയൊക്കെ ഒന്ന് പോവുക. വൃന്ദാവനം ഒന്ന് പോയി നോക്കുക. വൃന്ദാവനത്തിൽ അവിടെയൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ എത്ര ആയിരക്കണക്കിന് ആളുകളാണ്, 10,000-കണക്കിന്, 1000 കൊണ്ട് 10,000-കണക്കിന് ആളുകളാണ് അവിടെ വരുന്നപ്പോൾ. അവിടെ താമസിക്കുന്നവരെത്ര, അവിടെ എത്ര മെഡിക്കൽ ഷോപ്പുകളുണ്ട് നമുക്ക്. വളരെ 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 കുറഞ്ഞ മെഡിക്കൽ ഷോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അവിടെയൊക്കെ മരുന്നിൻ്റെ ആവശ്യകത കുറയുന്നത്. അപ്പം അവരുടെ ഒരു ജീവിത രീതിയും നമ്മുടെ ജീവിത രീതിയും വളരെ മാറിക്കഴിഞ്ഞു. അപ്പം ഇന്ന് നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞുനാൾ മുതൽക്ക് തന്നെ നമ്മൾ കുട്ടികളെ വളർത്തുന്ന രീതി തന്നെ അവരെ രോഗികളാക്കി മാറ്റുന്ന രീതിയാണ്. ചെറുപ്പത്തിൽ തന്നെ അവരുടെ പ്രാണശക്തിയും മനഃശക്തിയും ശരീരത്തിൻ്റെ ആരോഗ്യവും വികസിപ്പിക്കുന്ന രീതിയിലല്ല നമ്മൾ വളർന്നു വന്നിരിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ഗീതയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, നഹി കർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവ പ്രകൃതി ജൈർഗുണൈ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ മനുഷ്യൻ ഒരു അവശ്യ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ അവശനായിട്ടുള്ളവൻ നാളെ രോഗിയാണ്.
അവന് സിസ്റ്റം മുഴുവൻ പിന്നീട് അലസമായി തീരും. അപ്പൊ മനുഷ്യന് രാവിലെ മുതൽ ഒരു ഊർജിതമുള്ള ഒരു ജീവിതം വേണം. അപ്പൊ അതിനാണ് നമ്മുടെ പൂർവികന്മാരെ രാവിലെ തന്നെ എണീറ്റ് നമ്മളോട് അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയി ഒരു 10-11 പ്രാവശ്യം കുട്ടികളെയൊക്കെ കൊണ്ടുപോയി പ്രദക്ഷിണം വയ്ക്കുക. നമ്മളൊന്ന് പരിശീലിച്ചു നോക്കൂ. രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകുന്ന ഒരു സംസ്കാരം പണ്ട് കാലത്തൊക്കെ നമ്മുടെ സംസ്കാരത്തിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കുഞ്ഞുനാൾ കണ്ടുള്ള കാര്യങ്ങളാണ് അതിനോട് പറയുന്നത്. നിങ്ങൾ കണ്ടു കാണും അല്ലേ? രാവിലെ എണീറ്റ് നേരത്തെ അമ്പലത്തിൽ പോകുന്ന ഒരു സംസ്കാരം പണ്ട് ഹിന്ദുക്കൾക്ക് ഉണ്ടായിരുന്നെങ്കിലും എന്തോന്നും വേണ്ടാത്തതില്ല ഉണ്ടായിരുന്നു. ഇപ്പം അത് കൂടുതലാണോ കുറവാണോ? കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികളെ ഒന്നും അതിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം രാത്രി 11-11:30 ആയപ്പോഴാണ് അത് കടന്നു തുടങ്ങുന്നത്. അത്രമാത്രം മൊബൈലിൽ അഡിക്റ്റഡായി അവർ മാറി. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവരുടെ ബ്രെയിനിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. അവരുടെ സൈക്കോളജിയിൽ എന്താ സംഭവിക്കുന്നത്, അവരുടെ സൈക്കിക് ലെവൽ എന്താ സംഭവിക്കുന്നത് അറിയില്ല. അവരുടെ ന്യൂറോ ലെവൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല. ഇതൊന്നും നമ്മൾ അറിയാതെ ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർ കുറെ കഴിഞ്ഞാൽ ഇമോഷണലി സൈക്കോളജിക്കലി ഇംബാലൻസ്ഡ് ക്യാരക്ടറായി മാറി. ഇതിന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്താ എൻ്റെ മകൻ ഇങ്ങനെയത്, എന്താ എൻ്റെ മകൾ ഇങ്ങനെയത്. ആരാണ് ആക്കി തീർത്തത്? നമ്മളവരെ ഇംബാലൻസ് ചെയ്യും. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു ജീവിതചര്യ വേണം. നിങ്ങൾ നോക്കൂ, നിങ്ങൾ അവിടെ വന്ന് തൊഴുമ്പോഴും നിങ്ങൾ അവതാരങ്ങളുടെയൊക്കെ ചരിത്രം എടുത്ത് നോക്കൂ. നിങ്ങൾ ഭാഗവതം വായിച്ചാലും രാമായണം വായിച്ചാലും രാമായണത്തിൽ നിങ്ങൾ വാൽമീകി രാമായണം എടുത്ത് നോക്കണം. അവിടെ ശ്രീരാമസ്വാമിയോട് വിശ്വാമിത്ര മഹർഷി പറയുന്ന വരികളാണ് കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമന്വിതം. ഇന്നിപ്പോ നമ്മളൊക്കെ അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന പാട്ടാണ് അല്ലേ? ഇത് പണ്ട് അമ്പലത്തിൽ പാടിയ പാട്ടല്ല. ഇത് വിശ്വാമിത്ര മഹർഷി ആരോട് സാക്ഷാൽ ശ്രീരാമസ്വാമിയോട് ഉത്തിഷ്ഠ ഏ രാമ ഉത്തിഷ്ഠ എണീക്കൂ, നരശാർദൂല കർത്തവ്യം ദൈവമാന്വിതമായ കർത്തവ്യങ്ങൾ ചെയ്യൂ. ഇതാ പൂർവാസന്ധ്യ പ്രവർത്തത, സൂര്യനിത കിഴക്കുദിക്കാൻ പോവുകയാണ്. അന്ന് വിശ്വാമിത്ര മഹർഷി അവതാര പുരുഷനായ രാമനോട് രാവിലെ എണീറ്റുകൊണ്ട് നിന്റെ ദൈവികമായ കാര്യങ്ങൾ ആരംഭിക്കൂ എന്ന് പറയുമ്പോൾ ഇത് ബാക്കി ജന്തുക്കൾക്കല്ല, ഹിന്ദുക്കൾക്ക് ബാധകല്ലേ? എന്റെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തരാം. ഇത് ബാക്കിയുള്ള ഹിന്ദുക്കൾക്കൊന്നും ബാധകല്ലേ? എന്തോന്നും ഇല്ലാത്തത് ബാധകല്ല. ഇത് രാമന് മാത്രം ബാധകമുള്ള ഒരു കാര്യമാണോ? നമുക്കൊന്നും ബാധകല്ല. എന്നാ ഇപ്പൊ സംഭവിക്കുന്നത് എന്താ അറിയോ? അമ്പലത്തിൽ നിന്ന് ഉത്തിഷ്ഠ കേട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി ചുരുകൂടി ഇറങ്ങാൻ പറ്റുന്നു. എന്നിട്ട് പറയും ആ കമ്മിറ്റിക്കാർക്ക് ആ മൈക്ക് ആ സ്പീക്കർ ഇങ്ങോട്ട് തിരിച്ചു വെക്കാതെ വേറെ കുറഞ്ഞു വെച്ചുണ്ടായിരുന്നില്ല. അവരെ 4 രീതിയും കൂടി വിളിക്കാൻ പറ്റുമോ? ആണോ? എന്താണ് മിണ്ടാത്തത്? ഇതാണിപ്പോ നമ്മുടെ ഹിന്ദു എന്ന ജന്തുവിന്റെ അവസ്ഥ. എന്നിട്ട് സകല രോഗങ്ങളും വരുത്തി വെച്ച് ഇരുന്ന് കരയാണ് പ്രായമാണ്. മക്കളില്ല, കല്യാണം നടക്കലില്ല, അതില്ല ഇതില്ല. ഇപ്പൊ ഞങ്ങളെ സത്താന്നപ്പോൾ നമുക്കറിയാം സങ്കടങ്ങളൊക്കെ ഓരോരുത്തർ വരുന്നത്. അതുകൊണ്ട് നമുക്കൊരു മാറ്റം വേണോ വേണ്ടയോ? ആരോഗ്യമുള്ളൊരു സമൂഹം വേണോ? എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്? എങ്ങനെയാണ് ആരോഗ്യമുണ്ടാവുക? വെറുതെ പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതല്ല. കൃഷ്ണൻ തന്നെ പറഞ്ഞിരിക്കുന്നത് പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പഠിച്ചാൽ പോരാ. ഇത് കൃഷ്ണൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രാക്ടീസ് അല്ലാതാവില്ല. പ്രാക്ടീസ് അല്ലാതെ വഴിയില്ല. ഇപ്പൊ രാവിലെ എണീക്കണം. ഇത് ശ്രീരാമസ്വാമിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ ഭാഗവതത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ നിങ്ങൾ കാണുന്നത് ബ്രാഹ്മീ മുഹൂർത്തവുത്തായ എന്താ പറഞ്ഞത്? കേട്ടില്ലേ? ബ്രാഹ്മീ മുഹൂർത്തവുത്തായ എന്ന് പറഞ്ഞാൽ അർത്ഥാവോ നിങ്ങൾക്ക്? ബ്രാഹ്മീ മുഹൂർത്തവുത്തായ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൃഷ്ണൻ എപ്പോഴെണിക്കും? മനസ്സിലായില്ല? ബ്രഹ്മമുഹൂർത്തത്തിൽ കൃഷ്ണൻ ഉണരും. ബ്രാഹ്മേ മുഹൂർത്തവുത്തായ. എന്നിട്ടോ ദദ്യോ പ്രസന്നകരണം ആത്മാനം തമസപ്പര. ഭഗവാൻ രാവിലെ തന്നെ എണീറ്റ് കയ്യും കാലൊക്കെ കഴുകിയിട്ട് ഭഗവാൻ ജപിക്കും, ധ്യാനിക്കും എന്നൊക്കെയാണ് ഭാഗവതത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആരുടെ കാര്യം പറയുന്നത്? എന്താ മനസ്സിലാവുന്നില്ല?
സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ കാലത്തെണീറ്റ് അദ്ദേഹം കയ്യും കാലൊക്കെ കഴുകി ഇരുന്ന് ജപിക്കുന്നു, ധ്യാനിക്കുന്നു. ആരെ? ആത്മാനം, തൻ്റെ തന്നെ അന്തരാത്മാവിനെ ധ്യാനിക്കുന്നു, ജപിക്കുന്നു. അപ്പോ കൃഷ്ണൻ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുമ്പോൾ അത് നമുക്ക് ബാധകമല്ല. നമുക്ക് ബാധകമാണോ അല്ലയോ? ബാധകമാണ്. നമ്മുടെ കുട്ടികൾക്ക് ബാധകല്ലേ? ഈ ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരണ്ടേ? വേണോ വേണ്ടയോ? ഇവിടെയാണ് നമുക്ക് ആധുനിക വൈദ്യശാസ്ത്രവും ഭാരതീയ ഒരു സംസ്കൃതിയും ചേർത്ത് വെച്ച് പോകേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് ആരോഗ്യമുള്ളവരായി തീരേണ്ടത്. കാരണം നമ്മുടെ ശരീരവും മനസ്സും അലസമായാൽ, കൃഷ്ണൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, അലസമായ ഒരു വ്യക്തിത്വം അവസാനം അവശ്യമാകും. ഇത് ദേവിയുടെ കീർത്തനങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇതിനെ പറയാ ആദി കൂടുന്തോറും വ്യാധി ശരീരത്തിന് വരുന്ന. അപ്പൊ മനസ്സിന് ആദി വരുന്നതിന് കാരണം മനസ്സ് ആഗ്രഹിക്കുന്ന പലതും, പക്ഷെ കൈവരിക്കാനുള്ള ആരോഗ്യവും ശക്തിയും പ്രാപ്തിയും മനോബലവും വേണ്ടേ? ആഗ്രഹിച്ച ജീവിതമാണ്. അപ്പൊ ഒരു ജീവിതം പൂർണ്ണമാവണമെങ്കിൽ ശരീരത്തിന് ആരോഗ്യം വേണം, ബുദ്ധിക്ക് ഏകാഗ്രത വേണം, മനസ്സിന് മനോബലം വേണം. വേണോ? പറയൂ നിങ്ങൾ. കേവലം ശരീരത്തിന് ആരോഗ്യമില്ല, കുറച്ച് ബുദ്ധിയുണ്ട്, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, മനസ്സിനും ബലമില്ലെങ്കിൽ ജീവിതമാകുമോ? പറയൂ. അപ്പൊ നമ്മളിപ്പോ അമ്മ ചെന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണെങ്കിലോ എണീക്കില്ല രാവിലെ. പിന്നെ ആണെങ്കിൽ അവനാണെങ്കിൽ മാനസികമായി ഇതന്നെ പരിപാടി, തോണ്ടിയെടുക്കൽ തന്നെ, തോണ്ടി തീരില്ല ജീവിതം. ഇങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചതുകൊണ്ട് ജീവിതം രക്ഷപ്പെടും. സത്യസന്ധമായി പറയുന്നത് രക്ഷപ്പെടുമോ? എന്നാൽ അങ്ങനെയുള്ളവരല്ലേ ഇവിടെ കുറെ ഇരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ കുറെ അന്ധമായി കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതം രക്ഷപ്പെടുത്താൻ വിചാരിക്കരുത്. ഇത് കൃഷ്ണൻ പറഞ്ഞത് ടോട്ടലി എഗെയിൻസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. രാമൻ പറഞ്ഞത് ടോട്ടലി എഗെയിൻസ്റ്റ് ആണ്. നിങ്ങൾ രാമായണവും ഈ ഭാഗവതവും ഗീതയൊക്കെ എടുത്താൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഗീതയെങ്കിലും വായിക്കും. അവിടെ കൃഷ്ണൻ പറയുന്നു, ഈ ഒരു ശ്ലോകമെങ്കിലും നിങ്ങൾ ഇന്നലെ വിഷു കഴിയുന്നു, ഇന്നു മുതൽ ഉൾക്കൊണ്ടാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഇത്രയും വേണ്ടോ? ഉദ്ധരേത് ആത്മനാത്മാനം. എന്നെ ഉയർത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഉദ്ധരേത് ആത്മനാത്മാനം. എന്നെ ഉയർത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? എന്റെ അച്ഛനും അമ്മയ്ക്കല്ല. ആർക്കാണ് ഉത്തരവാദിത്വം? എനിക്ക് തന്നെയാണ്. ഇന്ന ആത്മാനം അവസാദയെ. ഞാൻ എന്നെ തളർത്തരുത്. ഞാൻ അവശനായി കിടന്നാൽ, അലസനായി കിടന്നാൽ നാളെ ഞാൻ രോഗിയാണ്. കാരണം ഇന്ന് ഞാൻ അലസനായാൽ എൻ്റെ ഇന്റേണൽ സിസ്റ്റം, എൻ്റെ ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസ്, എൻ്റെ കിഡ്നി പ്രവർത്തിക്കണം, എൻ്റെ പാൻക്രിയാസ് പ്രവർത്തിക്കണം, എൻ്റെ ഇൻറ്റസ്റ്റൈൻ പ്രവർത്തിക്കണം, എൻ്റെ ലിവർ പ്രവർത്തിക്കണം, എൻ്റെ ഹാർട്ട് പ്രവർത്തിക്കണം. ഞാൻ അലസനായാൽ, എൻ്റെ ഹോൾ സിസ്റ്റം അലസമായാൽ പിന്നീട് പല അവയവങ്ങളും വേണ്ട പോലെ പ്രവർത്തിക്കാതെ വന്നാൽ ഞാൻ രോഗിയാണ്. അപ്പോഴാണ് ഷുഗർ കയറി പിടിക്കുന്നത്, അപ്പോഴാണ് കൊളസ്ട്രോൾ അക്യുമുലേറ്റ് ചെയ്യുന്നത്, അപ്പോഴാണ് ഹാർട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ ആരോഗ്യത്തിൽ ജീവിച്ചാൽ എൻ്റെ ഇന്റേണൽ സിസ്റ്റവും ആരോഗ്യമാണ്. ആണോ? യഥാ രാജ തഥാ പ്രജ എന്ന് പറഞ്ഞതുപോലെ ഞാൻ എപ്രകാരം അപ്രകാരം എൻ്റെ ആരോഗ്യം. ശരിയാണോ? ഞാൻ അലസനായാൽ എൻ്റെ സിസ്റ്റവും അലസമാണ്. ആണോ അല്ലയോ? ഇപ്പൊ ഞാൻ ആരോഗ്യത്തിൽ ജീവിക്കണം. അപ്പൊ അതിന് ഞാൻ രാവിലെ എണീക്കണം. എവിടെ പോകണം? അമ്പലത്തിൽ പോകണം. പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ കാലത്ത് അമ്പലത്തിൽ കൂടുതൽ പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർവികന്മാരുടെ ആ ഒരു ദിശാബോധം നോക്കൂ. നമ്മുടെ ക്ഷേത്രങ്ങളിലാണെങ്കിൽ ആൽവൃക്ഷവും മറ്റുമൊക്കെ ഇത് ധന്യമാണ്, അല്ലേ? ഒരു ആൽവൃക്ഷം എവിടെയുണ്ടോ അതിന്റെ തൊട്ടടുത്തെല്ലാം ഓക്സിജന്റെ ലെവൽ വളരെ കൂടുതലാണെന്നാണ് ഇന്നിപ്പോൾ സയൻസ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഓക്സിജൻ ക്ലിനിക്കാണ് ആൽവൃക്ഷങ്ങൾ എന്നാണ്. അതും തൊട്ടടുത്തൊരു കുളവും കൂടി ഉണ്ടെങ്കിൽ ആ അന്തരീക്ഷത്തിലെ വായു വളരെ ശുദ്ധീകരിക്കപ്പെടുന്നു. ഇതൊക്കെ നമ്മുടെ പൂർവികന്മാർ അന്നേ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. എന്നാൽ ഇന്നിപ്പോൾ നോക്കൂ, നിങ്ങളൊക്കെ കുട്ടികളെ ക്യാൻസർ ആക്കുന്നവരാണ്. നാളത്തെ കുട്ടികളെ ക്യാൻസർ ആക്കി മാറ്റുന്നവരാണ് ഇന്ന് നമ്മൾ. കാരണം വീടിന്റെ വാതിലും ജനവാതിലും കുട്ടി അടച്ച് രാത്രിയും ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് ആ ഗ്യാസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ചില സമയത്ത് നിങ്ങളെങ്ങാനും ഗ്യാസ് കെട്ടിട്ടും വീണ്ടും ഓഫ് ചെയ്തില്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ്, ഇത്രയും മാരക വിഷങ്ങളൊക്കെ വീടിന്റെ അകത്ത് അങ്ങനെ നിറഞ്ഞ് ഇത് ശ്വസിക്കുന്ന കുട്ടിയുടെ ബ്ലഡിൽ എത്ര ഓക്സിജൻ ലെവൽ ഉണ്ടാവും?
അപ്പം പിന്നെ പ്രതിരോധമില്ല. അതുകൊണ്ട് ഇതിൽ പെട്ടെന്ന് കോൾഡ് വരുന്നു, അലർജി വരുന്നു, അസുഖങ്ങൾ വരുന്നു. നിങ്ങൾ നോക്കൂ, ഹോസ്പിറ്റൽ നിങ്ങളുടെ തൃശ്ശൂർ തന്നെ എത്ര ഹോസ്പിറ്റലാണ് കൂടി വരുന്നത്. എന്നിട്ടും ഹോസ്പിറ്റലിൽ ബെഡ് കിട്ടാനുണ്ടോ? എന്ത് ഇത്ര അധികം രോഗികൾ? എന്ന് ജീവിതചര്യ നമ്മൾ തെറ്റിച്ചോ അന്ന് രോഗികളാണ്. അതുകൊണ്ട് നമുക്ക് മാറ്റം ഉണ്ടാക്കണമെങ്കിൽ കാലത്തെ നീപ്പിക്കണം കുട്ടികളെ. പണ്ട് നമുക്ക് ഇത്ര ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ പണ്ട് ഇതുപോലുള്ള ഗ്യാസ് അടുപ്പുകളില്ല. റോഡ് മുഴുവൻ വാഹനമാണ്, പുറത്തേക്ക് പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇത് ശ്വസിച്ച് 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 നമ്മുടെ സിസ്റ്റം ആ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടി വരുമ്പോൾ ക്യാൻസറൊക്കെ കയറി പിടിച്ചിരിക്കില്ല. അതുകൊണ്ട് രോഗം വരാതിരിക്കാൻ, ക്ഷതത്തിൽ നിന്നും ശരീരത്തെ രക്ഷിക്കാൻ ക്ഷേത്രം വേണം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്ര സംസ്കാരം കൊണ്ടുവേണം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും രോഗത്തിൽ നിന്നും ഉയർത്തുക. ഇതൊരു ശരീരത്തിന്റെ കാര്യമാണ്. അമ്പലത്തിൽ വന്നാൽ ഒരു 10-11 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മുടെ ലങ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഓക്സിജന്റെ അളവ് അത് നമ്മുടെ ബ്ലഡിലേക്ക് വ്യാപിച്ച് എല്ലാ ഓർഗൻസിലേക്കും എത്തുമ്പോൾ നമ്മുടെ ഓരോ സെൽസിനും ട്രില്യൻസ് ആൻഡ് ട്രില്യൻസ് ഓഫ് സെൽസിന് നമ്മൾ ഇമ്മ്യൂണിറ്റി കൊടുക്കുകയാണ്, പ്രതിരോധം കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു പ്രതിരോധ ശക്തി നേടിയെടുക്കുകയാണ്. ഒരു ആന്റിബയോട്ടിക് നമ്മൾ എടുത്ത് പ്രതിരോധം നേടുന്ന പോലെ, അല്ലെങ്കിൽ ഒരു വാക്സിൻ എടുത്ത് നമ്മൾ പ്രതിരോധം നേടുന്ന പോലെ, ഒരു അമ്പലത്തിൽ പോയി പ്രദക്ഷിണം വയ്ക്കും തോറും നമ്മുടെ സിസ്റ്റത്തിന് പ്രതിരോധിക്കാനുള്ള ശക്തിയും കഴിവും കൂട്ടുകയാണ്. മനസ്സിലാവുന്നല്ലോ? ഞാനിത് വെറുതെ പറയുന്നല്ല നിങ്ങളോട്. നിങ്ങൾ നോക്കൂ, എത്രയോ മുത്തശ്ശിമാർ പണ്ട് ക്ഷേത്രങ്ങളിൽ പോയി അവരങ്ങനെ ജീവിച്ചത് കൊണ്ട് രോഗമില്ലാതെ അവര് ജീവിതം കഴിഞ്ഞുകൂട്ടി. ഇന്ന് നോക്കൂ, നമുക്ക് ക്ഷേത്രം തൊട്ടടുത്തുണ്ട്, പക്ഷെ പോകുന്നവർ എത്ര പേരുണ്ട്? ഇവിടെ തന്നെ രാവിലെ 5 മണിക്കൊക്കെ എണീറ്റ് നോക്കിയാൽ എത്ര പേരെ കാണാം? ഒരു രാവിലെ 9 മണിക്കൊക്കെ അമ്പലത്തിൽ വന്നിട്ട് എന്താ കാര്യം? ഇപ്പൊ രാവിലെ ക്ഷേത്രത്തിൽ പോകണം, പുലർക്കാലത്ത് തന്നെ നമ്മൾ അമ്പലത്തിൽ പോകണം. അപ്പോഴാണ് ഓക്സിജന്റെ അളവ് കൂടുന്നതും. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി നിങ്ങൾ കണ്ടു കാണും. ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യന് ഈ രോഗം വരാനുള്ള കാരണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. കേട്ടോ നിങ്ങൾ? രാവിലെ സൂര്യന്റെ കിരണത്തിൽ നമുക്ക് കിട്ടുന്ന എന്താണ്? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, രാവിലത്തെ സൂര്യന്റെ കിരണത്തിൽ നിന്ന് കിട്ടുന്നത് വൈറ്റമിൻ ഡി ആണ്. അപ്പൊ അത് കുട്ടികളുടെ ശരീരത്തിന് ഏറെ ആവശ്യമാണ്. ഇതൊരു പ്രതിരോധം. സത്യത്തിൽ ഇതൊരു നമ്മുടെ ശരീരത്തിന് പ്രതിരോധിക്കാനുള്ള വലിയൊരു ശക്തിയല്ലേ ഈ ക്ഷേത്രത്തിലുള്ള ദർശനം? ആണോ അല്ലയോ? ആണോ അല്ലയോ? നിങ്ങൾ നോക്കൂ, ഇന്ന് നമുക്കത് ആവശ്യകത വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വളരെ കൂടി വരുന്ന ഇതൊരു ഭാഗത്ത് ശരീരത്തിന്റെ കാര്യം. പിന്നെ വീണ്ടും നമ്മൾ നടത്തുന്നു, അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് അതൊരു തരം അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് ആണ്. നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള കാലിനടിയിലുള്ള എല്ലാ നെർവസ് സിസ്റ്റങ്ങളും അതിന് പ്രഷർ കിട്ടുമ്പോൾ, അക്യുപ്രഷർ നമുക്ക് കേട്ടില്ലേ നിങ്ങൾ? അപ്പൊ നമ്മുടെ തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു, ബ്രെയിനിന്റെ വികാസം. നിങ്ങൾ നോക്കൂ, കാലത്ത് നോക്കിയിട്ടുണ്ടോ? ഓരോ പൂവിന്റെയും മുട്ട് വിരിയുന്ന, ഓരോ ഉറങ്ങിക്കിടക്കുന്ന ഇലകളും വിരിയുന്ന, അതായത് ഈ പ്രകൃതിയിലുള്ള എല്ലാ സെല്ലുകളും വികസിക്കുന്ന ഒരു ടൈമാണ് കാലത്ത് സമയം. സൂര്യൻ ഉണരുന്നതോടുകൂടി, അല്ലെങ്കിൽ സൂര്യൻ ഇവിടെ പ്രകാശിക്കുന്നതോടുകൂടി, സൂര്യൻ വരുന്നതോടുകൂടി ചെടികൾ ഇതാ വികസിക്കുന്നു. ഉണ്ടോ? അന്തരീക്ഷത്തിൽ തന്നെ അതിന്റെ വികാസം വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ, നമ്മുടെ ബ്രെയിനിലുള്ള സെല്ലുകൾ, നമ്മുടെ ബ്ലഡ് സെല്ലുകൾ, ഇതൊക്കെ വികസിക്കേണ്ട സമയമാണ് എർലി മോർണിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മമുഹൂർത്തത്തിന് ഇത്രയും പ്രാധാന്യം നമ്മുടെ ഭാരതത്തിലെ ഋഷിവര്യന്മാർ കൽപ്പിച്ചിരിക്കുന്നത്. പണ്ട് നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ ആ രാവിലെ എണീക്കുന്ന സംസ്കാരവും കുളത്തിൽ കുളിക്കുന്ന സംസ്കാരമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കളഞ്ഞു പൊളിച്ച് നമ്മളിപ്പോൾ ഒരു 8-9 മണിയാകുമ്പം അമ്മമാര് പോയി ചെന്ന് ഭഗവാനോട് ശുപാർശ ചെയ്യുകയാണ്, ഭഗവതിയോട് നോക്കിക്കൊള്ളണമെന്ന്. ഭഗവതി പറയും, ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. ഈ തരത്തിലുള്ള ഒരു അന്ധഭക്തിയിലേക്ക് നമ്മൾ ഹിന്ദുക്കൾ പോകരുത്. നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല കൃഷ്ണൻ? ഉദ്ധരേത് ആത്മനാത്മാനം. അവനവനെ ഉയർത്തേണ്ട ഉത്തരവാദിത്വം അച്ഛനും അമ്മയ്ക്കല്ല. അവനവനെ ഉയർത്തേണ്ട ഉത്തരവാദിത്വം അവർക്ക് പറയൂ, അവനവൻ. ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ആരെങ്കിലും? ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ നമ്മൾ? അവനവനെ ഉയർത്തേണ്ട ഉത്തരവാദിത്വം അവനവനാണ്. അവനവനൊരിക്കലും തളരാനും തകരാനും അനുവദിക്കരുത്. ആത്മനോ ആത്മൈവ ബന്ധു, ആത്മനോ ആത്മൈവ രിപു. അവനവന്റെ ബന്ധുവും അവനവൻ തന്നെയാണ്, അവനവന്റെ ശത്രുവും അവനവൻ തന്നെയാണ്. ഈ ഒരു സത്യമുണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് രാമായണത്തിൽ എടുത്തു നോക്കിയാലും ഭാഗവതത്തിൽ എടുത്തു നോക്കിയാലും എവിടെ എടുത്തു നോക്കിയാലും കാണാം. ആര് ജീവിതത്തിൽ ചിട്ടകൾ വിട്ട് ജീവിച്ചിട്ടുണ്ടോ, അവരുടെ സ്വാർത്ഥത്തിന് വേണ്ടി, അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ, അവസാനം അവരുടെ ജീവിതമൊക്കെ
കൃഷ്ണന്റെ മക്കളായാലും ശരി, രാമന്റെ കുലത്തിലായാലും ശരി, നാശമേ വന്നിട്ടുള്ളൂ. നിങ്ങൾ നോക്കൂ, ശ്രീരാമസ്വാമിയുടെ അച്ഛൻ ദശരഥൻ സൈക്കോളജിക്കലി വളരെ ഡൗണായി. അദ്ദേഹം അങ്ങനെ തന്നെ മരിച്ചു. രാമൻ അച്ഛനാണ്, ശ്രീരാമസ്വാമിയുടെ പിതാവാണ്, ആണോ? രാമൻ മകനാണ്, അച്ഛനല്ല, രാമൻ മകനാണ്. ആ അച്ഛന്റെ അവസ്ഥയാണത് കാണുന്നത്. ഇതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കുലം അവസാനം തമ്മിൽ തല്ലി തകർന്ന ചരിത്രമാണ് ഭാഗവതത്തിൽ പറയുന്നത്, ആണോ അല്ലേ? എന്തിനാണ് അങ്ങനെയൊക്കെ കഥകൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്? അപ്പൊ രാമന്റെ അച്ഛനായാലും ശരി, കൃഷ്ണന്റെ കുടുംബമായാലും ശരി, അവനവന്റെ ജീവിതം നോക്കേണ്ടത് കൃഷ്ണന് നോക്കാൻ പറ്റുന്നതല്ല. രാമൻ വിചാരിച്ചാൽ അച്ഛന്റെ ജീവിതം നോക്കാൻ പറ്റില്ല. നിങ്ങളത് പറഞ്ഞു കൊടുക്കണം. ഒരു ദൈവം വിചാരിച്ചിട്ട് മറ്റൊരാളുടെ ജീവിതം മാറ്റിയെടുക്കാൻ പറ്റില്ല. അവനവന്റെ ജീവിതം മാറ്റിയെടുക്കേണ്ടത്, അവർക്ക് പറയൂ, അവനവൻ തന്നെയാണ്. ഈ ബോധം വരുത്തുവതിന് ആളായി നിന്നവര ആചാര്യരൂപഹരി നാരായണായ നമഃ. അതാണ് നമ്മുടെ ഋഷിവിജയന്മാര് പറഞ്ഞത്. എന്തിനാണ് ഗുരുക്കന്മാര് സാന്ദ്രാനന്ദാവബോധാത്മകം അനുഗമിതം? ഈ ബോധം നമ്മുടെ ഉള്ളിൽ അതിനുള്ള കഴിവും കരുത്തുമുണ്ട്. നിങ്ങൾക്കറിയോ, മനുഷ്യന്റെ സാധ്യതകള്, അനന്തം സാധ്യതകൾ ഉള്ളിൽ നിറച്ചു വെച്ച് ജീവിക്കുന്നവരാണ്. അത്ഭുതകരമായ സാധ്യതകൾ. പക്ഷെ ആ മനസ്സ് വികസിക്കാൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ ഈ സാധ്യതകളൊക്കെ കെട്ടടങ്ങി അവസാനം അഭിമന്യുവിനെ പോലെ എന്തൊക്കെയോ എവിടുന്നോ കേൾക്കും. കൃഷ്ണന്റെ അടുത്തു നിന്നാണ്, അമ്മയുടെ വയറ്റിലിരുന്നു കൊണ്ടാണ് പത്മവ്യൂഹം ചമയ്ക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്, ചക്രവ്യൂഹം ചമയ്ക്കുന്ന കാര്യങ്ങൾ. പക്ഷെ അതിനുള്ളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രയത്നം സ്വയം പഠിക്കട്ടെ. ഇതുപോലെ ജീവിതത്തിൽ പലതും സ്കൂളിലും കോളേജിലും പോയി പഠിക്കും. പക്ഷെ മാനസികമായ ഒരു പ്രശ്നം വന്നാൽ, ആരെങ്കിലും തന്നെ കളിയാക്കിയാൽ, ആരെങ്കിലും തന്നെ സ്നേഹിച്ച് തന്നെ ഒരു വഴിക്കാക്കിയാൽ, തൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ, ഇതൊക്കെ ഞാൻ എങ്ങനെ നേരിടും? അതൊന്നും പഠിക്കില്ല. അതുകൊണ്ടോ നാളെ ഒരു പ്രേമം വന്ന് അതിൽ പരാജയപ്പെട്ടാൽ അത് ആത്മഹത്യ, അല്ലെങ്കിൽ ഒരാളെ കൊല്ലുക. വിദ്യാഭ്യാസമുള്ളവരാണ് ചെയ്യുന്നത്, വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല. ഈ കേരളത്തിൽ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു +2 അല്ലെങ്കിൽ ഗ്രാജുവേഷനോ ഉള്ളവരാണല്ലോ ഈ ചെയ്യുന്നതൊക്കെ നോക്കുന്നത്. അപ്പൊ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും ജീവിതത്തെ കൊണ്ടു നടക്കാനോ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാനോ നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ എന്ത് വിദ്യാഭ്യാസം? ഞാൻ ഇക്കണക്കിന് നോക്കുക, മുസ്ലിങ്ങളെ ആദരിക്കണം. കാരണം അവർ പക്ഷെ ഇത്രയും വിദ്യാഭ്യാസം അല്ലെങ്കിലും ജീവിക്കാൻ അവർക്കറിയാം. നമ്മളെക്കാൾ സുന്ദരമായിട്ട് ഒരു ആത്മഹത്യ നിങ്ങൾ കാണില്ല അവരുടെ ഉണ്ടോ? അവരുടെ ചോദിക്കാനും പറയാൻ നോക്കൂ. നിങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ രക്ഷിക്കാൻ വേണ്ടി 36 കോടി രൂപ രൂപീകരിച്ചു ഉണ്ടോ? ഹിന്ദുക്കളുടെ ഇടയിൽ എവിടെയാണ് ഐക്യണ്ടാവുക? അവർക്കൊരു ബ്ലഡ് കൊടുക്കാൻ ആവശ്യമുള്ള ഒരു 100 പേര് വന്നിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ബ്ലഡ് വേണമെങ്കിൽ ഒരു കുഞ്ഞിനെ കാണിക്കുന്നത് ബ്ലഡ് ബാങ്കിലേക്ക് ഓടിച്ചാണ് നടക്കേണ്ടി വരും. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഒരു ഐക്യമില്ല, ഒത്തൊരുമയില്ല. എന്നതിങ്ങനെ ഹിന്ദു എന്നാണ് അഭിമാനിച്ച് നടക്കുകയാണ്, അന്ധമായ രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ട്. എവിടെയുണ്ട് ഐക്യം? പറയൂ. അപ്പൊ ഇവിടെ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ ഒരു സംസ്കൃതി രൂപപ്പെടുത്തണം. കാലത്തെ എനിക്ക് അമ്പലത്തിൽ പോകും, അതൊരു സംസ്കാരം. അപ്പൊ പ്രദക്ഷിണം വയ്ക്കുക. രണ്ടാമത്തത് ഞാൻ പറഞ്ഞു, സൂക്ഷ്മ ശരീരത്തിന്റെ ക്ഷതത്തിൽ നിന്നും മനസ്സിനെ ഉയർത്തണം. അതെന്താണ് സൂക്ഷ്മ? രണ്ടാമത്തെ ശരീരം, 2 ശരീരം പറഞ്ഞല്ലോ. ഒന്ന് സ്ഥൂല ശരീരവും 2 സൂക്ഷ്മ ശരീരം. എന്താ ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്? സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് പ്രധാനമായും 2 ഫംഗ്ഷനാണ്. ഒന്ന് ബുദ്ധിയും, 2 മനസ്സും. ബുദ്ധിയും മനസ്സും ഓർത്തു വയ്ക്കണം. നമ്മൾ സ്കൂളിലൊക്കെ പറഞ്ഞേക്കുന്നത് കുട്ടികളുടെ ബുദ്ധി വളർത്താനാണ്, ആണോ? എന്നാൽ അതേ സമയം നമുക്കൊരു ഇമോഷണൽ മൈൻഡ് ഉണ്ട്. സ്നേഹിക്കണം, സ്നേഹം കിട്ടണം, അതുപോലെ പല ഇഷ്ടങ്ങളും ഉണ്ടെങ്കിൽ സന്തോഷം, സംതൃപ്തി, ഇതൊക്കെ നമ്മുടെ ഒരു ഇമോഷണൽ ലെവലിലുള്ള മൈൻഡ് കാണിച്ചു തരാം. അപ്പൊ ഒരു ഇമോഷണൽ മൈൻഡിനെ നമ്മൾ തീരെ അവഗണിച്ചാൽ, ചെറുപ്പത്തിലൊക്കെ അച്ഛനും അമ്മയും സ്നേഹിക്കാനുണ്ട്, അത് കഴിഞ്ഞാൽ കൂട്ടുകാരായി, പിന്നെ വല്ല പ്രണയമൊക്കെ പെടും. അങ്ങനെയൊക്കെ സ്നേഹം മറ്റുള്ളവർ തരേണ്ടതാണെന്ന് വെച്ച് ജീവിച്ചാൽ കുറെ കഴിഞ്ഞാൽ സ്നേഹം കിട്ടാതെ വരുമ്പോഴാണ് ജീവിതത്തോട് വിരസതയും വെറുപ്പും വിദ്വേഷവും വന്ന് ഈ പഠിച്ചതൊന്നും അവിടെ പ്രയോജനമില്ല. ഉണ്ടോ? എന്ത് പഠിച്ചു എന്നുള്ളതല്ല, എനിക്ക് എൻ്റെ അച്ഛനും വേണ്ട, അമ്മയ്ക്ക് എന്നെ വേണ്ട, കഴിഞ്ഞു എൻ്റെ ജീവിതം. അല്ലെങ്കിൽ പ്രേമിച്ചവൾ എന്നെ വിട്ടു, അതുകൊണ്ട് എൻ്റെ ജീവിതം കഴിഞ്ഞു. ഒരു നിമിഷം കൊണ്ട് ഇമോഷണലി ഡൗൺ ആവാൻ ഈ മനസ്സിന് സാധിക്കും? പറയൂ. മനസ്സ് എത്ര വേഗമാണ് മനുഷ്യനെ തളർത്തിക്കളയുന്നു. ഒരു നിമിഷം കൊണ്ട് മനുഷ്യനെ തളർത്തിക്കളയും. ഒരു നിമിഷം കൊണ്ട് എല്ലാം താളം തെറ്റി. അപ്പൊ അങ്ങനെയുള്ളൊരു മനസ്സുമായിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും
താളം തെറ്റുന്ന ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. 5000 വർഷങ്ങൾക്കും അർജുനൻ ചോദിക്കുകയാണ്, കൃഷ്ണ ചഞ്ചലം ഹി മന, മനസ്സ് വളരെ ചഞ്ചലമാണ്, നമ്മൾ പിടിച്ചാൽ കിട്ടുന്നതല്ല. ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ, ചില ദേഷ്യം തലക്കി കയറി കഴിഞ്ഞാൽ ചിലർക്ക് ഭ്രാന്ത് പിടിക്കും. എന്തൊക്കെ എടുത്തിട്ട് എറിയും, എന്തൊക്കെ എടുത്ത് ചീത്ത പറയുന്ന അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു അൺകൺട്രോളബിൾ മൈൻഡുമായിട്ട് നിങ്ങൾ നോക്കൂ. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. എന്തൊരു ധൈര്യത്തിലാണ് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? വെറും വിദ്യാഭ്യാസവും ജാതിയും ജാതകവും നോക്കിക്കൊണ്ട്, കുറച്ച് സമ്പത്ത് നോക്കിക്കൊണ്ടാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ആണോ? ആ പയ്യന്റെ മനസ്സെങ്ങനെയാണ്, ഇവളുടെ മനസ്സെങ്ങനെയാണ്, എങ്ങനെയുള്ള മനസ്സാണ്, അത് നമ്മൾ പരിഗണിക്കുന്നേയില്ല. അതുകൊണ്ട് ജീവിച്ച് തുടങ്ങുമ്പോഴാണ് മനസ്സുമായി പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. പിന്നെ നോക്കൂ, തുരുതുരാ ഡൈവേഴ്സ് അല്ലേ നമ്മുടെ സമൂഹത്തിൽ. ഏതൊക്കെ ഇവിടെ എത്ര കോടതി ഇരിക്കരുത്. ചില ജില്ലയിലൊക്കെ 2 ഫാമിലി കോർട്ടുകളായി. ഒരെണ്ണം തികയില്ല, ഒരെണ്ണം കൊണ്ട് മതിയാവത്തില്ല. 2 ഫാമിലി കോർട്ടുകൾ. എന്ത് ഇത്രയധികം കുമിഞ്ഞു കൂടിയത്? കാരണം കല്യാണം കഴിഞ്ഞിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നില്ല. അപ്പൊ ആ സ്വഭാവം പൊരുത്തപ്പെട്ടു പോകുന്നില്ല. എത്ര കാലമായി നമ്മളിത് കാണാൻ തുടങ്ങിയിട്ട്. ഇതിനെന്താ ഒരു പരിഹാരം? അടുത്ത തലമുറയ്ക്ക് എങ്ങനെയാണ് ഇതൊന്നൊരു മാറ്റം വരുത്താൻ പറ്റുക? ചിന്തിക്കണ്ടേ? വേണോ വേണ്ടയോ? ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട, വേണോ? അടുത്ത തലമുറയ്ക്ക് നല്ലൊരു മനസ്സുണ്ടാവണം, പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കണം. എന്ത് പ്രതിസന്ധികൾ വന്നാലും തരണം ചെയ്യാനുള്ള കരുത്തുള്ളൊരു മനസ്സ് വേണം. പെട്ടെന്നൊന്നും മെന്റലി തളർന്നു പോലും. നീ പൊരുത്തം പ്രേമിച്ചു, അല്ലെങ്കിൽ പ്രേമം വിട്ടുപോയി, ഇവളല്ലെങ്കിൽ വേറൊരുത്തി, ഇവനല്ലെങ്കിൽ വേറൊരുത്തൻ. ഈ കോൺഫിഡൻസ്, ഞാൻ ഇന്നലെയൊക്കെ പത്രം വായിച്ചപ്പോൾ എനിക്കൊരു ഈ ഒരു മനസ്സിൽ ഒരു ചിന്ത നോക്കുകയാണ്. പെൺകുട്ടികളാണോ കുറേ കൂടി ഇപ്പോൾ സ്ട്രോങ് എന്ന് എനിക്ക് അറിയില്ല. ഒരു പെണ്ണൊരുത്തനെ പ്രേമിച്ചു, അവസാനം അവനോട് പറഞ്ഞു നിന്നെ കെട്ടില്ല, വേറൊരുത്തനെ കെട്ടാൻ തീരുമാനിച്ചു. അപ്പൊ പ്രേമിച്ചവനെ വിടാനുള്ളൊരു കരുത്ത് ആ പെണ്ണിനുണ്ടായിരുന്നു. എന്നാൽ ഇവൻ ഈ പെണ്ണില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അതിൽ തന്നെ ഉറച്ചു നിന്നു. പിന്നെ അവൻ പെട്രോൾ വാങ്ങിച്ച് അതിനെ കത്തിക്കുകയാണ്. അപ്പൊ ഇവളില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു കരുത്ത് എന്ത് ഇവനില്ലാതെ. പൊതുവെ നമ്മൾ കരുതിയിരിക്കുന്ന ആണാണോ പെണ്ണാണോ സ്ട്രോങ്? ആണാണോ പെണ്ണാണോ സ്ട്രോങ്? എന്നാൽ ഇന്നത്തെ കാലത്ത് ആരാ സ്ട്രോങ് ആയിരിക്കുന്നത്? ഇവനില്ലെങ്കിൽ ഞാൻ ജീവിക്കും, വേറൊരുത്തനെ കൂടെ ഞാൻ ജീവിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് പെണ്ണിനുണ്ട്. എന്നാൽ ഇവളില്ലെങ്കിൽ എൻ്റെ ജീവിതം ഭർത്താക്കണം. നമുക്ക് ഇതൊരു ആണുങ്ങളാണ് എന്ന് സത്യം പറയാമല്ലോ. ആൺകുട്ടികളുള്ള അമ്മമാരാണ് അമ്പലത്തിൽ 4 മണിക്ക് എണീറ്റ് വരുന്നത്. കാരണം ഒക്കെ പപ്പടം കൊണ്ടാണ് നടക്കുന്നത്. ഇത് കാണുന്നതെല്ലാം പൊള്ളച്ചിങ്ങനെ തീർത്തു കൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുമോ എൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞാണ്. ഉള്ളുപൊള്ളയാണ്. ഇത് എപ്പോഴാ പൊട്ടിത്തെറിക്കുക, എപ്പോഴാ തകരുമെന്ന് അറിയില്ല. ആ സാധനങ്ങളിൽ കൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ആൺകുട്ടികളുള്ള അമ്മമാർ 4 മണിക്ക് എണീറ്റ് വരണം. കാരണം ഇത് പെപ്പിളിനേക്കാളും കുറച്ചുകൂടി മനോബലം ഇല്ലാത്തത് എന്തോ മിണ്ടാത്തതാണ് ആൺകുട്ടികളാണ്. ആണല്ലയോ? കാണുന്ന ഒരു വലിപ്പൊക്കെ തന്നെയുള്ളൂ, ഉള്ളൊക്കെ പൊള്ളയാണ്, ചതിൽ പിടിച്ചിരിക്കുകയാണ്. കാരണം തോണ്ടി ഉള്ളിൽ മുഴുവൻ മനോബലം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കരുത്തുള്ള മനസ്സ് വേണം. അതിനാണ് നമ്മുടെ പൂർവികന്മാര് നമുക്ക് ചില സാധനങ്ങൾ തന്നത്. എന്താണ് സാധന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും വേണ്ട. ഭാഗവതത്തിലൊക്കെ പറയും, നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ വലിയൊരു വലിയ മഹത്തായ സംസ്കാരമായിരുന്നു ഒരു നാമജപ സംസ്കാരം. നമ്മൾ നമുക്ക് പഴയ കാലത്ത് നമ്മൾ സഹോദരന്മാരൊക്കെ ഒന്നിച്ചൊരു സ്നേഹത്തിൽ ജീവിച്ചത് ആ സന്ധ്യയ്ക്കുള്ള അമ്മമാരുടെ അല്ലെങ്കിൽ മുതിർന്ന മുത്തശ്ശിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ തന്ന ഒരു നാമസംസ്കാരമാണ്. ആണോ? ഇത് നമുക്ക് ആ നാമസംസ്കാരം വിട്ടതോടുകൂടി കുടുംബങ്ങളിൽ സ്നേഹം പോലും നിന്നുപോയി. പരസ്പര സ്നേഹം, പഴയ കാലത്തുള്ള സ്നേഹബന്ധത്തിൻ്റെ അടിത്തറ ആത്മീയതയാണ്, ദൈവീകതയാണ്. ആ ദൈവീകത നമ്മുടെ വീട്ടിൽ നിന്ന് പോയി ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. ശരിയാണോ ഞാൻ പറയുന്നത്? നിങ്ങൾ സ്വന്തം അവലോകനം ചെയ്തു നോക്കൂ, എവിടെയാണ് നമുക്ക് നഷ്ടം പറ്റിയത്. അപ്പം ഇവിടെയാണ് നമുക്ക് ക്ഷേത്രങ്ങളിൽ പോയി നാമജപം ചെയ്യുന്നൊരു സംസ്കാരം. ഒരു ജപമാല എടുത്ത് കുട്ടികളെ 108 തവണ നാമം ജപിക്കുക. നാമം എന്തിനാണ് ഈ നാമം ജപിക്കുന്നത്? നോക്കൂ, ഇന്ന് കാലം മുന്നോട്ട് പോകുമ്പോൾ സയൻസ് വളരെയധികം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു സയൻസ് ഇല്ലെങ്കിൽ നമുക്ക് കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും. കാരണം ഇതൊക്കെ മിത്താണ്, അന്ധവിശ്വാസമാണ്, തെറ്റിദ്ധരിക്കും. അവിടെയാണ് നമുക്ക് കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഈ നാമം ജപിക്കുമ്പോൾ
എന്താണ് നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്നത്? അപ്പൊ നമ്മൾ നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ നാമത്തിലേക്ക് തിരിയുമ്പോൾ ആ നാമത്തിൻ്റെ ഒരു ചിന്ത നമ്മളെ സ്വാധീനിക്കുമ്പോൾ, മനസ്സിലേക്ക് സ്വാധീനിക്കുമ്പോൾ അത് മനസ്സിൻ്റെ ഒരു ചലനത്തെ അത് ബാധിക്കുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ ഈ പ്രപഞ്ചം എന്നാൽ ഊർജമാണ്. ഊർജം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഊർജത്തിൽ നെഗറ്റീവ് ഊർജമുണ്ട്, പോസിറ്റീവ് ഊർജമുണ്ട്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നൊക്കെ നമ്മൾ ആറ്റത്തെക്കുറിച്ച് പറയുന്ന പോലെ നമ്മുടെ മനസ്സിലും നെഗറ്റീവ് ചിന്തകളുണ്ട്, പോസിറ്റീവ് ചിന്തകളുണ്ട്. അപ്പൊ നാമം ജപിക്കുന്ന സമയത്ത് കുട്ടികളോട് പറയണം, ഈ നെഗറ്റീവ് ചിന്തകളുടെ ശക്തി കുറഞ്ഞ് ഉള്ളിലുള്ള പോസിറ്റീവ് ചിന്തകളുടെ ശക്തി കൂടുമ്പോൾ, ഈ പോസിറ്റീവ് പവർ കൂടുമ്പോഴാണ് മനസ്സിന്റെ കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുന്നത്. ഇപ്പം കോൺസെൻട്രേഷൻ ലെവല്, കോൺഫിഡൻസ് ലെവല്, ഒരു കാര്യത്തിൽ നമുക്ക് തീരുമാനമെടുക്കാൻ ഒരു ഡിറ്റർമിനേഷൻ പവർ, ഇതൊക്കെ ഒരു മനുഷ്യന് നാമജപം കൊണ്ട് കൂട്ടിയെടുക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ പൂർവികർ തെളിയിച്ചിട്ടുണ്ട്. അതല്ലേ രാമായണം രചിച്ച വാത്മീകിയുടെ ചരിത്രം പറയുന്നത്. നാമജപം കൊണ്ട് രൂപപ്പെടുത്തിയതാണ് വാത്മീകി രാമായണം, ആണോ? നാമം ജപിച്ച് മനസ്സിനെ രൂപപ്പെടുത്തി. അപ്പൊ അങ്ങനെ നാമം ജപിച്ചുകൊണ്ട് മനസ്സ് രൂപപ്പെടുമ്പോൾ, കാലം കൊണ്ട്, കൃഷ്ണൻ പറയുന്ന ഒറ്റടിയില്ലെങ്കിലും കാലം കൊണ്ട് രൂപപ്പെടുമ്പോൾ ഒരാളുടെ മനസ്സിന്റെ പോസിറ്റീവ് പവർ കൂടുന്തോറും ആ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന പല കഴിവുകളും ശക്തികളും ഉണരുന്നു. നമുക്ക് സത്യത്തിൽ നമ്മൾ കേരളീയര് ഏറെ പഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് മെട്രോ മാൻ എന്ന് പറയുന്ന ശ്രീധരൻ സാർ, ഈ ശ്രീധരൻ. അപ്പൊ അദ്ദേഹമൊക്കെ പറയുന്നത്, അത് ഏറ്റെടുത്ത എല്ലാ പ്രൊജക്റ്റുകളും അത് പൂർണ്ണമാക്കാൻ സാധിച്ചതിന്റെ പിന്നിൽ ഈ നാമജപത്തിന്റെ മഹത്വമാണ്. അപ്പൊ കാലത്തിലേക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലി, കുറച്ച് ഭാഗവതം വായിച്ച്, ഗീതയും വായിച്ച്, അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏത് പ്രൊജക്റ്റും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും അതെങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ക്ലാരിറ്റിയും അതൊക്കെ ബുദ്ധിക്ക് തരാൻ സാധിക്കുകയാണ്. അങ്ങനെ ബുദ്ധി മുന്നോട്ട് നയിക്കുമ്പോൾ ജീവിതത്തിൽ എവിടെയും പരാജയമില്ല, ഒരു പരാജയപ്പെടുന്ന ജീവിതമാകില്ല. അപ്പൊ നാമം ജപിക്കുന്ന മനസ്സിൽ പരാജയമില്ല, പരാജയപ്പെടാൻ സാധ്യത. അപ്പൊ അങ്ങനെ കഴിവുകളും സാധ്യതകളും നോക്കൂ, ഇവിടെയാണ് മുസ്ലിങ്ങളെ കണ്ടുപഠിക്കുന്നത്. നമ്മുടെ സത്യത്തിൽ മുസ്ലിങ്ങളെ ഏറെ കണ്ടു പഠിക്കാനുണ്ട്. നിങ്ങൾ 5 മണിക്ക് എണീറ്റ് അവരെ നിസ്കരിക്കുന്ന, അവരുടെ ഖുർആനൊക്കെ ഓതി. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഏത് ചെറുപ്പക്കാർക്ക് എന്ത് ബിസിനസ് ചെയ്യാനോ എന്തൊരു ശക്തിയും സാധ്യതകളുമാണ്. നമുക്ക് അത്ഭുതം തോന്നും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഒരിക്കൽ ചൈനയിൽ പോയപ്പോൾ, ചൈനയിൽ അവിടെ ഒരു സിറ്റിയിൽ അന്ന് വലിയൊരു ഇന്റർനാഷണൽ ഫെയർ നടക്കുക. അപ്പൊ ഞാനും പോയി അവിടെ. അന്ന് എനിക്ക് പ്രോഗ്രാം ഒന്നും ഞാൻ ദിവസമായിരുന്നു. അത് ഷെൻജൻ എന്ന് പറയുക സ്ഥലത്തിന്, ആ സ്ഥലത്തിന്റെ പേരാണ്. അപ്പൊ അവിടെ ഇന്റർനാഷണൽ ഫെയറാണ്. അപ്പൊ ഇവിടെ നിന്നൊക്കെ ധാരാളം ആളുകൾ കേരളത്തിൽ നിന്നൊക്കെ വന്നിട്ട് അവര് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വിദേശത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നത് ചെയ്തിട്ട് അവിടെ നിന്ന് എക്സ്പോർട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോകും. ഈ കേരളത്തിലേക്കൊക്കെ കൊണ്ടുവരും. അതിലൊരു 80% കേരളത്തിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി. അപ്പൊ അവിടെ നിന്ന് എടുത്ത് വിദേശത്ത്, അതായത് അവര് ഷാർജയിലോ മറ്റുള്ള ദുബായ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരുപാട് ലൈസൻസിങ് പ്രശ്നങ്ങളുണ്ട്. അവിടേക്ക് അവർക്ക് ലൈസൻസ് കിട്ടും. അവരുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടാവും. അവിടെ കൊണ്ടുപോയി പിന്നെ അവിടെ നമുക്ക് റീപാക്ക് ചെയ്ത് മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ മാറ്റി അവരിവിടെ കൊണ്ടുവന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ഒക്കെ അടിച്ച് സംഭവം നമ്മുടെ കയ്യിലേക്ക് തരും. ഒട്ടുമുക്കാല് സാധനവും മെയ്ഡ് ഇൻ ചൈനയിലുണ്ടാവും. പക്ഷെ അതിങ്ങനെയൊക്കെ കൊണ്ടുവരാനുള്ള റിസ്ക്കും ഇങ്ങനെയൊക്കെ കൊണ്ടുവരാനുള്ള കഴിവും അവർക്കത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ശക്തി നോക്കും, മനസ്സിൻ്റെ ഒരു ശക്തി, ബിസിനസ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ്. ഇന്ന് നമ്മുടെ കേരളത്തിന്റെ ബിസിനസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, കോടാനുകോടി രൂപയുടെ ബിസിനസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ആ കമ്മ്യൂണിറ്റി എത്രയും കോടികളായിരിക്കും ബിസിനസ് ചെയ്യുന്നതാണ്. ഇത്രയും ക്ഷേത്രങ്ങളിലായിട്ട് നമുക്ക് ക്ഷേത്രത്തിന് എന്താ ഒരു കുറവ്? അവിടെ എണ്ണ കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഹിന്ദുക്കൾക്ക്. അവിടെ കൊടുക്കുന്ന പൂവ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ കൊടുക്കുന്ന പാല് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു? അവിടെ കൊടുക്കുന്ന മറ്റുള്ള സാധനങ്ങൾ നിങ്ങൾ നോക്കുന്ന ബിസിനസ് സാധ്യതകൾ നോക്കും. ഹിന്ദുവിന്റെ ബിസിനസ് സാധ്യതകൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷം ക്ഷേത്രങ്ങളാണ്. അവിടെ ഉപയോഗിക്കുന്ന എണ്ണ, അവിടെ ഉപയോഗിക്കുന്ന കർപ്പൂരം, അവിടെ ഉപയോഗിക്കുന്ന ചന്ദനത്തിൽ കോടികളുടെ സാധനമാണ് ദിവസം ഉപയോഗിക്കുന്നത്. ആണോ അല്ലയോ? ഇനി ശബരിമല സീസണായാലും ശബരിമലയിൽ എത്ര സാധനം ഉപയോഗിക്കുന്നു. പക്ഷെ ഇതൊക്കെ പുറം നാടുകളിൽ കൊണ്ടുവരികയാണ്. കാരണം ഹിന്ദു കൈകെട്ടി കാതിരിയാണ്. ഹിന്ദുവിന്റെ കഥ പറയുകയാണെങ്കിൽ ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് സർക്കസിൽ മൃഗങ്ങളെ ഉപയോഗിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആനകളൊക്കെ സൈക്കിൾ ചവിട്ടിച്ചിട്ടൊക്കെയുള്ള ഒരു സർക്കസ് ഉണ്ടായിരുന്നു പഴയ കാലത്ത്, അല്ലേ? പണ്ട് അങ്ങനെ ഒരു ബംഗാളി സർക്കസ് കമ്പനിയിൽ കുറെ കടുവകളെ കൊണ്ടുവന്ന് ഇങ്ങനെ പല പ്രദർശനങ്ങൾ കാണിക്കും. കടുവകളൊക്കെ
പിന്നെ അത് ആനിമൽ പ്രൊഹിബിഷൻ വന്ന് അതിനെ മുഴുവൻ കാട്ടിലേക്ക് കൊണ്ടുവിട്ടുവരും. സിലിഗുഡി എന്ന് പറയുന്ന സ്ഥലത്ത് ബംഗാളിൽ അവർ കൊണ്ടുവിട്ടു. കാട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ കടുവകളെ കുറിച്ച് ഇവർ പഠിക്കാൻ വേണ്ടി പോയപ്പോൾ ഇവർ കണ്ടത് എല്ലാം ചത്ത് കിടക്കുന്ന ചീഞ്ഞളിഞ്ഞ കടുവകളുടെ ശരീരമാണ്. അപ്പൊ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവിടുത്തെ ലോക്കൽ ആളുകൾ പറഞ്ഞത് ഈ കടുവകൾ കുറച്ച് വർഷങ്ങളായി 6-7 വർഷങ്ങളായി സർക്കസ് കമ്പനിയുടെ കൂടെയാണ്. അവര് കാത്തിരിക്കുകയാണ് അത്രേ ഭക്ഷണം വരുന്നത്. ഈ ഭക്ഷണം വരികയായിരുന്നു ഇരതേടി ജീവിക്കണമെന്നും പാവങ്ങൾക്കറിയില്ല. അവരാവശ്യപ്പം കൊണ്ട് അവിടെ ഇപ്പോഴാണ് കാട്ടിലുള്ള കുറേ ചെന്നായ്ക്കൾ അവർ വിശന്നലിച്ച് വന്നിരിക്കുകയാണ്. അവർ നോക്കുമ്പോൾ നല്ല അടുവത്ത് കാടിച്ച് കീറി കൊന്ന് ഇവരെ ഉപദ്രവിക്കുന്നതിന് അവരെ അറ്റാക്ക് ചെയ്തത്. ഇവരാണെങ്കിൽ ആരും ഉപദ്രവിക്കാൻ നിൽക്കുകയല്ല. ഇവർക്കാണെങ്കിൽ റെഡിമെയ്ഡ് ഭക്ഷണം കിട്ടി അങ്ങനെ ശീലിച്ചു നോക്കും. ഇതാണ് നമ്മുടെ ഹിന്ദുവിൻ്റെ അവസ്ഥ. എല്ലാം അച്ഛനും അമ്മയും ഒരുക്കി കൊടുത്ത് സ്കൂളിലുള്ള കാര്യങ്ങൾ ട്യൂഷൻ ഒരുക്കി കൊടുത്ത് ബുദ്ധിപരമായി എല്ലാം ഒരു റെഡിമെയ്ഡ് ജീവിതവും മാനസികമായി മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കലും. എവിടെയാണ് നമ്മൾ നന്നാവുക എനിക്കറിയില്ല. എവിടെയാണ് നമ്മൾ നന്നാവുക? ഉള്ള കഴിവുകളൊക്കെ ഉണ്ടായിട്ടും അലസതയിലും അവശതയിലും ജീവിച്ച് തളർന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത്. വിവേകാനന്ദ സ്വാമിയുടെ വാക്കുകൾ ഇപ്പോഴാണ് പ്രസക്തി. ഉത്തിഷ്ഠത ജാഗ്രത. ഇവിടെയാണ് നമ്മൾ ഉണരേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഉണരേണ്ട സമയമാണ്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി അവരെ വഴി നയിക്കേണ്ട സമയമാണ്. ഇതിലൊരിക്കലും അമാന്തം പാടില്ല. കാരണം നമുക്ക് എങ്ങനെയുള്ള ജീവിതം വേണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമല്ല, ദൈവീകതയാണ്. ഉള്ളിലുള്ള ദൈവീകതയാണ്. അപ്പം അതിന് നമ്മൾ മനസ്സിന് ശരീരത്തിന് പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിലേ നമുക്ക് പ്രയോജനപ്പെടും. ആരോഗ്യമില്ലാത്തവന്, ശരീരത്തിന് ആരോഗ്യമില്ലാത്തവന്, മനസ്സിന് ആരോഗ്യമില്ലാത്തവന് എന്ത് ജീവിതമാണ് പറഞ്ഞു തരുന്നില്ല. ശരീരത്തിനും മനസ്സിനും ആരോഗ്യമില്ലാത്തവന് ജീവിതമുണ്ടോ? ഉണ്ടോ? അപ്പൊ ശരീരത്തിനും മനസ്സിനും ആരോഗ്യമുണ്ടാവുന്ന ഒരു സംസ്കാരം നമുക്ക് വേണ്ടയോ? അതിനാണ് നമ്മളോട് ക്ഷേത്രങ്ങളിൽ പോകാൻ പറയുന്നത്. ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നതെന്തോ അതാണ് ക്ഷേത്രം. ഇപ്പൊ ശരീരത്തിന്റെ ക്ഷതത്തിൽ നിന്നും ആരോഗ്യമുണ്ടാവുക, അതിന് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ വളരെ എഫക്റ്റീവ് ആവണമെങ്കിൽ, എഫിഷ്യൻ്റ് ആവണമെങ്കിൽ ഓക്സിജൻ നല്ലവണ്ണം നമ്മൾ ഉള്ളിലേക്ക് കയറണം. വേണ്ടേ? അപ്പൊ അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂടണം. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ആരോഗ്യമുണ്ടാകുന്നത്. അല്ലാതെ കുറെ ബൂസ്റ്റും ഹോർലിക്സും കഴിച്ച് കെട്ടുന്ന അല്ല അത് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അഡ്വർടൈസ്മെന്റ് കമ്പനികൾ. അതാണ് പശുവിനമ്മ വീണിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് എണീക്കാൻ കലക്കി കൊടുക്കുക, പശുവിനാ കലക്കി കൊടുത്തിരുന്നത്. ഇത് കുട്ടികൾക്ക് കൊടുത്തിട്ട് അവർ അവിടെ നിന്ന് തുടങ്ങാണ്. കാരണം വെക്കേഷൻ ആണല്ലോ. ഈ രീതിയിൽ കുറച്ച് തോട്ടിയും കുറച്ച് സ്പോർട്സ് ക്ലബിൽ പോയി സ്പോർട്സ് കളിച്ചും അച്ഛനും അമ്മയും ഗമ വിചാരിക്കുകയാണ് കുട്ടികളൊക്കെ മെന്റലി സ്ട്രോങ് ആണ്, ഫിസിക്കലി സ്ട്രോങ് ആണ്. അങ്ങനെ ആവില്ല. ഈവൻ അവർ സ്പോർട്സ് ക്ലബുകളിൽ പോയാലും അതും കംപ്ലീറ്റ് അടച്ചു മൂടി കെട്ടിയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അതിനുള്ളിൽ കടന്നിട്ടാണ് അവർ പഠിക്കുകയൊക്കെ ചെയ്യും. ഒരു തുറന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രങ്ങളൊക്കെ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. കുട്ടികളെയൊക്കെ കാലത്ത് കൊണ്ടുവന്ന് ഇവിടെയാണെങ്കിൽ നല്ല വലിയ വിശാലമായ ഒരു ക്ഷേത്രവും അത് നല്ല ധാരാളം മരങ്ങളൊക്കെ, എന്തൊരു അന്തരീക്ഷം. ഇതൊക്കെ വിദേശത്താണെങ്കിലോ, ഇതൊരു വിദേശത്താണ് വിചാരിക്കുക. ഈ ക്ഷേത്രത്തിൽ കാലത്ത് 4 മണി മുതൽ സാഹിബ് വിട്ടുകൊടുക്കില്ല. സാഹിബിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അവൻ ആരോഗ്യമാകരുത്. അവർ നമുക്ക് 7 മണിക്ക് കടന്നുറങ്ങി രാവിലെ ഏർലി മോർണിംഗ് എണീറ്റ് അവരവരുടെ എക്സസൈസും കാര്യങ്ങളൊക്കെ ഇത് ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അവർ അത്ര നമ്മളെപ്പോലെ മരുന്ന് കഴിക്കുന്നവരല്ല. വിദേശികൾ കമ്പാരിറ്റീവ്ലി മരുന്ന് കുറവാണ്. വിദേശ കമ്പനികളൊക്കെ ഉണ്ടാക്കുന്ന മരുന്ന് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളീയരാണ് കഴിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്ന് ഡിസ്ട്രിബ്യൂഷനുള്ള സ്ഥലം എവിടെ അറിയോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്ന് വിൽക്കുന്നത് ഏത് സംസ്ഥാനത്താണെന്നറിയോ? എന്താണ് മിണ്ടാത്തത്? പറയാൻ നാണക്കേടൊന്നും കാണിക്കില്ല. ഏത് സ്ഥലത്താണ്? കേരളം. അതിൽ ഏറ്റവും കൂടുതൽ മരുന്ന് കമ്പനിയുള്ള സ്ഥലം ഏതാണെന്നറിയോ? ഏറ്റവും കൂടുതൽ മരുന്ന് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുള്ള സ്ഥലം ഏതാണെന്നറിയോ? നിങ്ങൾക്ക് അറിയില്ല? നിങ്ങളുടെ തൃശ്ശൂര ഉള്ളത് പറയുകയാണ്. നിങ്ങളുടെ തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്യുന്നത് ഇവിടുന്നാണ് കൂടുതൽ. മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ എനിക്ക് അറിയുള്ളതുകൊണ്ടാണ് പറയുന്നത്. എറണാകുളത്തേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇവിടെ മൊത്തം അസുഖക്കാരാണ്. എന്ത് പറ്റി തൃശ്ശൂരിനാണ് ഇത്രയും ശക്തൻ തമ്പുരാന്റെ നാട്ടില്
കരുത്തുണ്ടാവേണ്ട ആളുകൾ ഇന്നിതാ നേരത്തെ പറഞ്ഞ കടുവയുടെ അവസ്ഥ കാത്തിരിക്കുക. എര വരും എര വരുന്നത് ഇന്നോളം നിങ്ങൾ എരയല്ല വരിക, മനസ്സിലായില്ലേ? അങ്ങനെ എരന്ന് ജീവിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് മാറ്റമുണ്ടാക്കണം. ഈ മാറ്റമുണ്ടാക്കൽ നമ്മുടെ സ്വന്തം വീടുകളിൽ തന്നെ ഓരോരുത്തരും കരുതണം. എൻ്റെ തലമുറ, നാളത്തെ തലമുറ നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ മക്കളില്ലെങ്കിൽ പോലും നിങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയി ശീലിക്കണം. എന്തിനാണ്? അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മളൊരു മാർഗദർശികളായി, വഴികാട്ടികളായി മാറുക. നിങ്ങൾ ഒരാളറിയാൻ അടുത്ത ആളുകൾ വരും. അങ്ങനെ സമൂഹത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഗീതയിൽ കൃഷ്ണൻ പറയും, യദ്യരാജരതി ശ്രേഷ്ഠ തത്വദേവേതരോജന സയത് പ്രമാണം കുരുതേ ലോകസ്തദന വർത്തതേ. യത് ആചരിതി ശ്രേഷ്ഠ. നമ്മൾ ആചരിക്കുമ്പോഴാണ് ശ്രേഷ്ഠന്മാരാണ്. അല്ലാതെ ഒരിക്കലും വീട്ടിലിരുന്ന് പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല. നമുക്ക് അറിവ് കൂടുതലാണ്, പക്ഷെ നമ്മൾ അഭ്യാസം, പരിശീലനം വളരെ കുറവുമാണ്. അപ്പം അങ്ങനെ നമ്മളൊരു ലതാർജിക്കായി അലസരായി ജീവിക്കുമ്പോൾ തലമുറയും ക്രമേണ അലസരായി മാറുമ്പോൾ നല്ലൊരു സമൂഹത്തെ നമുക്ക് നഷ്ടപ്പെടും. അത് ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരു മാറ്റം ഉണ്ടാക്കണം. കാരണം കേരളം എന്ന് തൃശ്ശൂർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക, ബാക്കി നിങ്ങൾ പറയണം, എന്താ പറഞ്ഞത്, സാംസ്കാരിക തലസ്ഥാനല്ലേ, സാംസ്കാരിക തലസ്ഥാനമല്ലേ? അത് പറയാൻ എനിക്കൊരു വിഷമമുള്ളത്. അത് വെറും പൂരം മാത്രമായി പോകുന്നത്, മനസ്സിലായി? അങ്ങനെ ഒരു അനുഭവം അതൊക്കെ നടക്കട്ടെ, പൂരങ്ങളൊക്കെ നടക്കട്ടെ. ഒരു കരുത്തുള്ള ഒരു സമൂഹമായി, ഹിന്ദു സമൂഹമായി നമ്മൾ മാറണം. നമ്മുടെ അവതാര പുരുഷന്മാരൊക്കെ ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് നമ്മളെ കരുത്തന്മാരാക്കാൻ. നമുക്ക് കൃഷ്ണനൊക്കെ ജീവിച്ചിട്ട് അദ്ദേഹം ആവർത്തിച്ച് അർജുനനെ നിമിത്തീകരിച്ച്, അതുപോലെ ഉദ്ധവരെ നിമിത്തീകരിച്ച് അവരൊക്കെ ജീവിച്ചത് മാനവരാശിയെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്, അല്ലേ? സ്വാമി വിവേകാനന്ദൻ അതിൻ്റെ ഹോൾ ലൈഫ് ഹിന്ദു സമാജത്തിന് വേണ്ടി കുഴിഞ്ഞു വെച്ച മഹാനാണ്. ആണോ? ആവർത്തിച്ച് ജനങ്ങളോട് പറഞ്ഞത് ഉത്തിഷ്ഠത ജാഗ്രത. എന്നിട്ടെന്തേ നമ്മളതൊന്നും കേൾക്കാതെ പോയത്? അതിനെന്തേ നമ്മൾ വിലവെക്കാതെ പോയത്? അതുപോലെ തന്നെ എത്ര മഹാന്മാരുടെ തപസ് കൊണ്ട് രൂപപ്പെട്ട സംസ്കാരമാണ് നമ്മുടെ ഭാരതീയ ഹൈന്ദവ സംസ്കാരം നോക്കൂ. എന്നാൽ കേരളത്തിൽ നമ്മുടെ കാലിലെ മണ്ണ് ചോർന്നു പോവുകയാണ്. നമ്മൾ അറിയുന്നില്ല ചോർന്നു പോകുന്നത്. ഇപ്പം തന്നെ നോക്കും, നമ്മൾ കുട്ടികളൊക്കെ ജോലി കിട്ടാൻ അന്യ രാജ്യങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. കേരളത്തിൽ ഒരു ജോലി കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ബിസിനസ് ചെയ്യാനുള്ള കഴിവ് നമുക്കില്ല. ഉണ്ടെങ്കിൽ തന്നെ ആ ബിസിനസ് പൊളിഞ്ഞ് പാപ്പരായിട്ടും ഉണ്ടാവുമോ? എല്ലാം വിദേശങ്ങളിൽ പോയി അവസാനം പ്രായമുള്ള അച്ഛനും അമ്മയും. നിങ്ങളൊന്ന് ആവറേജ് ചിന്തിച്ചു നോക്കുക. ഈ മക്കളൊക്കെ വിദേശത്ത് പോയാൽ തിരിച്ചു വരുമോ? സത്യം പറയാം, അവർ തിരിച്ചു വരുമോ? അവർക്ക് പറയുമോ? ഇല്ല. അവരവിടെ സെറ്റിലായി, കുറേ കഴിഞ്ഞാൽ അവിടെ കൂടി. അതിൽ നല്ലൊരു ശതമാനം കുട്ടികളെങ്കിലും ഇവിടെ കുറേ കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ബാക്കി ഒരു അച്ഛൻ പോകും. പിന്നെ കുറേ കഴിഞ്ഞാൽ അമ്മയും പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇതെല്ലാം വിറ്റ് പൊളിച്ച് അവർ ഇവിടുന്ന് സ്ഥലം വിടും. ആണോ ഇല്ലയോ? അങ്ങനെ ഒരു സമൂഹം നല്ലൊരു ശതമാനം പോയി കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദുവിൻ്റെ ആ ഒരു സംസ്കാരത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പം ഇതിന് ആരാണ് ഉത്തരവാദികൾ? പറയും, ആരും ഉത്തരവാദികൾ? ഇപ്പം ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിൽ ഒരു ക്ഷേത്ര സംസ്കാരവും മറ്റും കൊണ്ടുവന്നാൽ അവർക്ക് വർഷാവർഷം ഇക്കരെ വീട് വർഷം ഉത്സവം നടക്കുമ്പോഴേക്കും ആ ക്ഷേത്രത്തിൽ എത്തണം, ഞാനിവിടെ എത്തിച്ചേരണം. വേണ്ടേ? ആ സംസ്കാരം തോന്നണ്ടേ? വേണോ വേണ്ടയോ? ഇതൊക്കെ നമുക്ക് ഇപ്പോഴേ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ വളരെ പിന്നിലാണ് കാര്യങ്ങളൊക്കെ. കാരണം മറ്റു മതങ്ങൾക്കൊക്കെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ സംവിധാനം അവർക്കുണ്ട്. ഇപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ചും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും നിങ്ങൾ കണ്ടു, ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരു പള്ളിയിൽ ഒരു കാശ്മീരിൻ്റെ കേരള സ്റ്റോറിയുടെ മൂവി കാണിച്ചപ്പോൾ തന്നെ അവരിൽ ചില അച്ഛന്മാർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ കുട്ടികൾക്ക് വഴി കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നാളെ ഞങ്ങളുടെ കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കാനാണ്. അല്ല, ഇതിനെ മതപരമായിട്ടൊന്നും നിങ്ങൾ കാണണ്ട. പ്രേമം ഒരിക്കലും അവർക്കൊരു അപകടമായി തീരരുത്, അതുകൊണ്ടാണ് ഞങ്ങൾ കാണിച്ചതെന്നൊരു വ്യക്തതയിൽ പറയാൻ സാധിച്ചു. ഞാൻ ചോദിക്കുന്നത്, ക്ഷേത്രത്തിലാണ് കാണിച്ചതെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? ഒരു ക്ഷേത്രത്തിലാണ് കാണിച്ചതെങ്കിൽ ഇവിടെ വലിയ പ്രശ്നങ്ങളാണ്. ആണോ? അപ്പം നമ്മളെല്ലാ തരത്തിലും രാഷ്ട്രീയപരമായി ഒറ്റപ്പെടുത്തുകയാണ്, മാനസികമായി നമ്മളെ എങ്ങനെ തളർത്താൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ തരത്തിലൊക്കെ ചുറ്റുപാട് നടക്കുമ്പോൾ ഈ വെല്ലുവിളിയിൽ നിന്നൊക്കെ നമ്മൾ കരകയറണ്ടേ? വേണോ വേണ്ടയോ? അവിടെയാണ് കൃഷ്ണനോട് ഈ ഗീതയില് ദുര്യോധനൻ ഗുരുവിനോട് പറയുന്നത്. ദുര്യോധനൻ പറയുന്നു ഗുരുവിനോട് ഒരു സന്ദർഭത്തിൽ,
അപര്യാപ്തം തതസ്മാകം ഫലം ഭീഷ്മാവിരക്ഷിതം പര്യാപ്തം തിതമേതേഷാം ഫലം ഭീമാവിരക്ഷിതം. ഹേ കൃഷ്ണ, 11 അക്ഷൗഹിണി സൈന്യമാണ് ദുര്യോധനനുള്ളത്. അപ്പൊ 11 അക്ഷൗഹിണി സൈന്യമുണ്ടായിട്ടും ദുര്യോധനൻ പറയാണ് അപര്യാപ്തം, നമ്മൾ പര്യാപ്തമല്ല. എന്നാൽ കേവലം 7 അക്ഷൗഹിണി മാത്രമുള്ള പാണ്ഡവ സൈന്യം പര്യാപ്തം, അവർ പര്യാപ്തമാണ്. നമ്മളെ നേരിടാൻ അവര് പര്യാപ്തമാണ്, മതി. എന്നാൽ അവരെ നേരിടാൻ നമ്മൾ പര്യാപ്തരല്ല. നോക്കൂ നിങ്ങൾ, 11 അക്ഷൗഹിണി സൈന്യത്തിന് കേവലം 7 അക്ഷൗഹിണി, ഞാൻ പറഞ്ഞ മനസ്സിലാവും നിങ്ങൾക്ക്. മഹാഭാരത യുദ്ധത്തിൽ 2 പക്ഷത്തും കൂടെ ചേർത്ത് 18 അക്ഷൗഹിണി സൈന്യമാണ്. ഈ 18 അക്ഷൗഹിണി സൈന്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് അക്ഷൗഹിണി സൈന്യമുള്ളത് ദുര്യോധന പക്ഷത്താണ്. 11 അക്ഷൗഹിണി, മനസ്സിലായല്ലോ. പാണ്ഡവ പക്ഷത്ത് കേവലം 7 അക്ഷൗഹിണി. ഇവിടെയാണ് ദുര്യോധനൻ ഗുരുവിനോട് ചെന്ന് പറയുകയാണ്, 11 അക്ഷൗഹിണിയുള്ള ഏറ്റവും വലിയ സൈന്യമായ നമുക്ക് ചെറിയ പാണ്ഡവ സൈന്യത്തെ നേരിടാൻ നമ്മൾ പര്യാപ്തമല്ല. എന്നാൽ പാണ്ഡവ സൈന്യം ചെറുതാണെങ്കിലും നമ്മുടെ വലിയ സൈന്യത്തെ നേരിടാൻ പര്യാപ്തമാണ്. അപ്പൊ ചെറുതിന് വലുതിനെ നേരിടാൻ എങ്ങനെയാ പര്യാപ്തി കിട്ടിയത്? കാരണം അവരുടെയുള്ള ഒത്തൊരുമ, കൃഷ്ണൻ കാണിച്ചു കൊടുത്ത അവരുടെ ഇടയിലുള്ള ഐക്യവും ഒത്തൊരുമയും കോൺഫിഡൻസും മനോബലവും കൊണ്ട് അവർക്ക് ചെറിയ സൈന്യമാണെങ്കിലും നമ്മളെ നേരിടാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ട്. എന്നാൽ നമ്മുടെ ഇടയിൽ ഐക്യവുമില്ല, നമ്മുടെ ഇടയിൽ അങ്ങനെയൊരു കോൺഫിഡൻസും ഇല്ലാത്ത, മനോബലവും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സൈന്യം എണ്ണത്തിൽ കൂടുതലാണെങ്കിലും അതിന് അവരെ നേരിടാനുള്ള കഴിവും പ്രാപ്തിയും ഇല്ല. ഇത് തന്നെ മനസ്സിലാക്കാലോ. നമ്മൾ എണ്ണം നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ കഴിവും കരുത്തുമുള്ളവരായി മാറിയാൽ നമ്മൾ എണ്ണത്തിൽ കുറവ് മതി. ഒരു വിവേകാനന്ദൻ മതി ലോകത്തെ മുഴുവൻ ഇറക്കി മറിക്കാൻ, ഒരു ശങ്കരാചാര്യസ്വാമികൾ മതി, ഒരു നാരായണ ഗുരുദേവൻ മതി. അങ്ങനെ മഹാത്മാക്കളൊക്കെ ഒറ്റയാന്മാരാണ്, അവർ മതി. പക്ഷെ അവരുണ്ടാക്കുന്ന ചലനമുണ്ടല്ലോ, വലിയ ശക്തിയുള്ള ഐക്യത്തിന്റെ കാഹളങ്ങളായിരിക്കും. കൃഷ്ണന്റെ ഒറ്റ ശങ്കരിനാഥം മതിയെന്ന് പാണ്ഡവന്മാർക്ക് ഊർജവും ഉണർവും ഉത്സാഹവും കിട്ടാൻ ഒരൊറ്റ നാഥം. ഇന്ന് നമ്മുടെ വീടുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, ആ ഐക്യവും ഒത്തൊരുമയും കയ്യിൽ നിന്ന് ചോർന്നു പോവുകയാണ്. നമ്മുടെ കുട്ടികൾ നമ്മൾ പറഞ്ഞ അനുസരിക്കില്ല. അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം ഒരു മുറിയിലാണ്, ഒരു വീട്ടിലാണെങ്കിലും ഇന്ന് അകലകലാണ്. കുട്ടികളുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് കുറേ മൊബൈലിലേക്ക് മാറിക്കഴിഞ്ഞു. അച്ഛനും അമ്മയ്ക്ക് അതേ ആഗ്രഹം, ട്യൂഷൻ പറഞ്ഞിരിക്കുക. നിങ്ങൾ കൊച്ചുകുട്ടികൾക്ക് പോലും ഭക്ഷണം കൊടുക്കുന്നുണ്ട് മൊബൈൽ വെച്ചുകൊണ്ടാണ്. താരാട്ട് പാടുന്ന കഥകൾ പറഞ്ഞു കൊടുക്കുന്ന കാലങ്ങളൊക്കെ നമ്മളിൽ നിന്നും അകന്നു പോയി. അതിൻ്റെയൊക്കെ ദുരന്തം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഹിന്ദു കുടുംബങ്ങളിലൊക്കെ ഒരുപാട് മാനസികമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നടന്നു നിൽക്കുന്നത്. അതിലൊരു മാറ്റം വേണ്ടേ? വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ക്ഷേത്ര സംസ്കൃതി നമുക്ക് ഉൾക്കൊള്ളണം. കുട്ടികളെ കാലത്ത് കൊണ്ടുവരണം. നിങ്ങളൊക്കെ രാവിലത്തെ എനിക്ക് അങ്ങനെ എണീക്കുന്നവരാണോ? നിങ്ങൾ ഒന്ന് ശീലിച്ചു നോക്കൂ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു 5 മണിക്ക് നിങ്ങൾ രാവിലെ എണീറ്റ് ശീലിച്ചു നോക്കൂ. അത് കുറേ കഴിഞ്ഞാൽ ശീലമായ ഒരുവിധം രോഗങ്ങളൊന്നും ഉണ്ടാകില്ല. ശീലം വേണം. രാത്രി കൃത്യം ഒരു സമയത്ത് അങ്ങനെ കിടന്നുറങ്ങിയാൽ ഈ തലവേദന, മൈഗ്രെയിൻ, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ആരോഗ്യത്തിൻ്റെ പ്രധാന ഒരു കാര്യം ശീലങ്ങളാണ്, കൃത്യനിഷ്ഠകളാണ്. ആണോ ഇല്ലയോ? ആ കൃത്യനിഷ്ഠ നമ്മളിലേക്ക് കൊണ്ടുവരണം. കാരണം കുട്ടികൾ ഇന്ന് 11 മണി വരെ ഇരുന്ന് തോണ്ടുകയാണ്. അത് ക്രമേണ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക. മൊബൈൽ വേണം, അത് പക്ഷേ നമ്മുടെ ജീവിതത്തെ മുഴുവൻ അത് ആകർഷിക്കരുത്. അതിനൊരു നിയന്ത്രണം വേണം. നമ്മുടെ വീടുകളിൽ നിയന്ത്രണമല്ല. നിങ്ങൾ നോക്കൂ, ഞാൻ മുസ്ലിം സമുദായത്തെ വളരെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്തതാണ്. അവരൊക്കെ 10-10:30 ആകുമ്പോഴേക്കും അവർ കിടന്നു, അവരെ ജീവിതം തുടങ്ങി. കാരണം 5 മണിക്ക് അവർക്ക് നിസ്കരിക്കണം, കമ്പൽസറിയാണ്. അവർ നോക്കൂ, ഈ നോമ്പ് കാലം എന്തൊരു ചൂടുകാലത്തിലായാലും അവരെ നോമ്പ് അവരെ അനുഷ്ഠിക്കും. ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാം. നമ്മുടെ ഹിന്ദുക്കൾ എത്ര പേരെ അനുഷ്ഠിക്കാൻ
നമ്മുടെ ഹിന്ദുക്കൾ പറയോ, പിന്നെ ഇനിയിപ്പോൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടല്ലേ ബാക്കി കാര്യം, അല്ലെങ്കിൽ വ്രതം അനുഷ്ഠിച്ചിട്ടല്ലേ കാര്യം. മനസ്സിലാവുന്നല്ലോ. നമ്മൾ കേരളത്തിൽ അതൊക്കെ വളരെ വളരെ ആഘോഷം നിരക്ക്. വിഷു തന്നെ നോക്കൂ, പഴയ പ്രതാപങ്ങളൊക്കെ പറഞ്ഞു വരില്ലേ? ആണോ ഇല്ലയോ? നോക്കൂ, കേരളത്തിൽ നമ്മുടെ സംസ്കൃതി മാത്രമേ നമുക്ക് നഷ്ടപ്പെടുന്നുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. അതെവിടെയോ ആ ചങ്ങല നമുക്ക് മുറിഞ്ഞു പോകുന്നതിന് കാരണം ഇതൊരു പരമ്പരയെ കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പൊ നമുക്ക് തിരിച്ചു വരണം. തിരിച്ചു വരണ്ടേ? തിരിച്ചു വരവ് വേണോ? എത്ര പേർക്ക് തോന്നുന്ന ഒരു വരവ് വേണം? അപ്പൊ നമ്മളൊരു മാറ്റം ഉണ്ടാക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ പ്രഭാഷണത്തിൽ വന്ന് കേട്ടു പോകരുത്. അപ്പൊ നമുക്ക് ഓർമ്മ വേണം, എൻ്റെ ശരീരമാകുന്ന ക്ഷേത്രത്തിലും മനസ്സാകുന്ന ക്ഷേത്രത്തിലും ക്ഷതമുണ്ടാവാതിരിക്കാൻ ഞാൻ അതിനെ ഉണർത്താൻ എൻ്റെ ജീവിതത്തിൽ ചില കൃത്യനിഷ്ഠകളും അനുഷ്ഠാനങ്ങളും കൊണ്ടു നടക്കണം. ഇതൊരു പ്രതിജ്ഞ പോലെ ജീവിക്കാൻ തയ്യാറാണെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? വെറുതെ കൈമുക്കരുത്, വെറുതെ കൈമുക്കിയൊരു കാര്യമില്ല. അത് ജീവിക്കാൻ തയ്യാറാണ്. എന്തായാലും ജനിച്ചു, ഒരു ദിവസം മരിക്കണം. ആരോഗ്യത്തോടുകൂടി മരിച്ചൂടെ? എന്തിനീ മരുന്ന് വാങ്ങിച്ചു കുറെ കഴിച്ച് മരിക്കണം? അവശ്യമായിട്ടൊന്ന് മരിക്കണം. നിങ്ങൾ നോക്കൂ, ഏറ്റവും ഒരു വലിയൊരു ഡോക്ടറായിരുന്നു DM ഹെഗ്ഡെ. അദ്ദേഹം മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി സർജനായിരുന്നു. പിന്നെ അദ്ദേഹം അവിടുത്തെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാണ്. പിന്നെ അദ്ദേഹം അവരുടെ മെഡിക്കൽ ബോർഡിന്റെ ഡയറക്ടറൊക്കെ ഇരുന്ന വ്യക്തിയാണ് ഈ DM ഹെഗ്ഡെ. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി, ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മതി ഈ ഹെഗ്ഡെ എന്നുള്ള ഡോക്ടറെ കുറിച്ച്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം തന്നെ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് മെഡിസിൻ ഈസ് ഡിസീസ് എന്നാണ്. മരുന്നാണ് രോഗമെന്നാണ്. ഒരു ഡോക്ടർ വേറെ എവിടെ ചോദിച്ചാൽ മരുന്നാണ് രോഗമെന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പൂർവികന്മാർ പണ്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, മനസ്സ് ദുർബലമായാൽ ശരീരത്തിന് രോഗം ഉറപ്പാണ്. ആദി വ്യാധിയുമാണ്. അപ്പൊ ആദി വ്യാധിയാവാതിരിക്കാൻ വേണ്ടാത്ത മരുന്ന് കുറെ കഴിച്ചു കൂട്ടാതിരിക്കണമെങ്കിൽ ആരോഗ്യമുള്ളൊരു ജീവിതം ഉണ്ടാവാനാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നതും അമ്പലത്തിൽ ചെന്ന് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ പദ്ധതി ഒരു 108 തവണ ഈ ശീലങ്ങൾ തലമുറകളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ക്രമേണ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിട്ടയാക്കി മാറ്റിക്കൊണ്ട് ഒരു അനുഷ്ഠാന ജീവിതം കൊണ്ടു നടന്ന് തലമുറകളിലേക്ക് ഇത് പങ്കുവെച്ചുകൊണ്ട് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇവിടെ നിന്ന് കടന്നു പോകാൻ സാധിക്കാൻ അത് പ്രധാനപ്പെട്ടതല്ലേ, ധന്യതയല്ലേ? അതോ ഒരു 10-20 സെന്റിൽ ഒരു വീടും അതിൽ കുറച്ച് സൗകര്യങ്ങളും ഇതൊക്കെ വെച്ചുകൊണ്ട് അവസാനം ചാവാൻ നേരത്തെ ആർക്ക് കൊടുക്കണമെന്ന് അറിയില്ല, ഞാൻ ചത്തിട്ട് നിങ്ങൾ എന്താ ചെയ്തോളൂ. അവസാനം അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുത്തോ അല്ലെങ്കിൽ അത് വിറ്റോ അതിൻ്റെ പകുതി പങ്കുവെച്ചിട്ടോ എന്താ നിങ്ങൾ കൊടുത്തത്? ആ പൈസ എത്ര കാലം അവർ ഓർത്തു വയ്ക്കും? നിങ്ങൾ കൊടുത്ത വീടിൻ്റെ പൈസയാണ്. ഒരു സംസ്കാരം കൊടുത്താൽ അത് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കും. വെറും സമ്പത്താണ് കൊടുത്തെങ്കിൽ കുറച്ചു കാലത്തിൽ ഓർമ്മ. അതുകൊണ്ട് സംസ്കാരം പകർന്നു കൊടുക്കണം. വേണോ വേണ്ടയോ? അങ്ങനെ എത്ര പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് മക്കൾക്ക് അത് പകർന്നു കൊടുക്കുന്നവരൊന്ന് കൈപൊക്കി ഞാൻ നോക്കട്ടെ, കാണട്ടെ. അത് കൈ നാട്ടിക്കൊള്ളാണ് നല്ലത്. വെറുതെ കൈ പൊക്കി നിങ്ങൾ നാണം കിടക്കണം. മോശമാണ് നമ്മുടെ അവസ്ഥ. നിങ്ങൾ നോക്കുന്നു, ഏതെങ്കിലും ഒരു മുസ്ലിം സമ്മേളനത്തിലാണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ നിസ്കരിക്കാത്തവർ കൈപൊക്കു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചോദിച്ച് ഞാൻ മാത്രമേ ഉണ്ടാവും, കാരണം ഞാൻ ഹിന്ദു ആയതുകൊണ്ട്. ബാക്കിയെല്ലാവരും നിസ്കരിക്കുന്നവർ, കാലത്ത് 5 മണിക്ക് നിസ്കരിക്കുന്നവർ, കുട്ടികളടക്കം. ഞാനിപ്പോൾ അടുത്ത കാലത്ത് കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കോഴിക്കോട്ടുണ്ട്. ഞാൻ താമസ വീടിന് ചുറ്റും മുസ്ലിങ്ങളാണ്. ഞാനൊരു 4 മണിക്കൊക്കെ എണീറ്റ് ഞാൻ കുറച്ച് യോഗയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മുകളിൽ പോയിരുന്നു. ഒരു 4:30 ആയപ്പോഴേക്ക് എല്ലാ വീട്ടിലൊക്കെ ലൈറ്റ്. എന്നെ അത്ഭുതപ്പെടുത്തി, ഇത്രയും ആളുകൾ കാലത്തിലേക്ക്. അപ്പോൾ പല വീട്ടിൽ നിന്നും ശബ്ദങ്ങളൊക്കെ, കാരണം ഒരു ഏരിയ വളരെ അടുത്താണ്. രാവിലത്തെ ഒരു വങ്കൂടി കിട്ടുന്നത് ആ സമയമായപ്പോഴേക്കെല്ലാം കുട്ടികളടക്കം സ്ത്രീകളടക്കം. കാരണം എനിക്ക് കാണാൻ പറ്റും ഓരോ വീടുകളിലും ലൈറ്റ് തൊട്ടിട്ട് അവരൊക്കെ നിസ്കരിക്കുക. ആലോചിച്ചപ്പോൾ അവരുടെ ആ ഒരു ഐക്യവും അവരാ പള്ളിയിൽ നടക്കുന്ന ആ ഒരു അവരുടെ പ്രാർത്ഥനയിൽ അവരൊക്കെ പങ്കുചേരുന്നു. എന്നാൽ നമ്മുടെ അമ്പലത്തിൽ ഉത്തിഷ്ഠ കമലാകാന്ത ഉത്തിഷ്ഠ ത്രൈലോക്യം വന്നു. ഇത് എനിക്കുള്ളൊരു സൂചനയാണ്. അത് എനിക്കണം. അമ്പലത്തിൽ പോവാറായി മനസ്സിലാക്കും. നമ്മൾ എന്താ നിങ്ങൾ കുന്തം വിളിയെ പോലെ നോക്കുന്നത്? അങ്ങനെ ഒരു സന്ദേശം നമുക്ക് കിട്ടുമോ? അങ്ങനെ ഒരു മെസ്സേജ് നമുക്കുണ്ടോ ഹിന്ദുക്കൾക്ക്? ഇതാണ് നമ്മുടെ അധഃപതനത്തിന് കാരണം. മാറ്റം വരുന്നത്. അതുകൊണ്ട് ഞാൻ പ്രഭാഷണം ചെയ്ത് നിങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പോകുന്നില്ല. അങ്ങനെ എല്ലാവരും ബോധമുള്ളവരാണ് ഓൾറെഡി. ഞാനിവിടെ വന്നത് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാനാണ്.
രാമായണത്തിൽ എന്താണ്, രാമായണത്തിൽ അതിമനോഹരമായ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണത്. ജാംബവാൻ ചെയ്തൊരു ജോലി. ജാംബവാൻ കടലിൽ കടന്ന സീതാദേവിയെ കണ്ടുപിടിച്ചു വരണം. അപ്പോൾ സമ്പാദി ഈ കാര്യം പറഞ്ഞ സമയത്ത് ജാംബവാൻ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അപ്പോൾ കടലിൽ കടന്ന് സീതയെ കാണാം, കണ്ടുവരണം. ആരാ നിങ്ങളിൽ പ്രാപ്തരായിട്ട്? അംഗദൻ, നിന്റെ കാര്യം എന്താ? അംഗദൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് വരും ഉറപ്പില്ല. അങ്ങനെയുള്ള കാര്യം പറഞ്ഞു. പിന്നെ നിനക്കറിയാലോ പറഞ്ഞതൊക്കെ, ഞാൻ 50 ചാടും, 40 ചാടും, 30 ചാടും, 20 അല്ലേ, അങ്ങനെയല്ലേ? ആണോ? ഈ സമയത്താണ് ജാംബവാൻ ചെന്ന് ഹനുമാൻ സ്വാമിയുടെ തോളിൽ തട്ടി ഓർമ്മിപ്പിക്കുകയാണ്, തും വായുപുത്രോ, വായുവിൻ്റെ പുത്രനാണ്, സ്മരിച്ചാൽ നിനക്കാണ് ശ്രീരാമസ്വാമി അങ്കുലിയം തന്നത്. കുട്ടിക്കാലത്ത് നീ 300 യോജന ചാടിയ കഥകളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ഹനുമാൻ സ്വാമിയെ തൻ പ്രാപ്തനാണ്, കഴിവുള്ളവനാണെന്ന് ആ ശക്തി പകർന്നു കൊടുത്തല്ല. ആ ശക്തി ആരിലുണ്ട്? ഹനുമാനിലുണ്ട്. അതൊന്ന് തട്ടി ഓർമ്മിച്ചു. ഇതുപോലെ ഞാനിവിടെ വന്നത് നിങ്ങളെയൊക്കെ ബോധം വരുത്താനല്ല, സ്മാരകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളിൽ ഒരു മാറ്റം വരുത്താനുള്ള സകല ശക്തിയും ഉണ്ട്. വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ മാറും, നിങ്ങളുടെ വീടുകൾ മാറും, തലമുറകളും സമൂഹവും മാറും. അതിന് സാധിക്കുന്നവരായി, പ്രാപ്തിയുള്ളവരായി, കഴിവുള്ളവരായി, ദൈവീക ശക്തിയുള്ളവരായി നിങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിന് ദേവിയുടെ കടാക്ഷവും അനുഗ്രഹവും നിങ്ങളിൽ എപ്പോഴും ഉണ്ടാവട്ടെ, ഗുരുക്കന്മാരുടെ അനുഗ്രഹം നിങ്ങളെ കൂടെ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും നിങ്ങൾക്കതെ പ്രണാമം. ഒന്ന് നമുക്ക് നിവർന്നിരുന്നുകൊണ്ട് ഓങ്കാരം ചൊല്ലിക്കൊണ്ട് നമുക്കിന്ന് നിർത്താം. എല്ലാവരും നട്ടല് നിവർന്നിരിക്കുക. ഇതെങ്കിലും നിങ്ങൾ കുട്ടികളെ കൊണ്ട് രാവിലെ ചെയ്തിട്ട് നട്ടല് നിവർന്നിരുന്ന് ഓങ്കാരം ചൊല്ലുക. കാരണം ബ്രെയിൻ്റെ അകത്തേക്ക് എത്രത്തോളം നമുക്ക് ഈ മന്ത്രശക്തി എത്തിക്കാൻ സാധിക്കുന്നു, അത് നമ്മുടെ സർക്കുലേഷനെ കൂട്ടുന്നു. ഒരിക്കലും നിങ്ങൾ ഓങ്കാരം ചൊല്ലുന്നവരാണെങ്കിൽ സ്ട്രോക്ക് എന്നൊരു സംഭവം വരിക. കാരണം ഇതിൻ്റെ അകത്തുള്ള എല്ലാ വെയിൻസും ന്യൂറോൺസും ആക്റ്റീവ് ആകുമ്പോൾ, ചില വെയിൻസൊക്കെ വീക്കാകുമ്പോഴാണ് ഒരു സടിച്ചു പോകുന്നത്. അതിനൊക്കെ ആക്റ്റീവ് ആക്കാൻ പറ്റിയ പവർഫുൾ മന്ത്രമാണ് ഓങ്കാരം. ഇതൊക്കെ വെറുതെ പറയുന്നതല്ല, ഡെയിലി പ്രാക്ടീസ് ചെയ്ത് എത്രയോ 100 വയസ്സ് വരെയൊക്കെ ജീവിച്ച മഹാന്മാരെ നേരിട്ട് കണ്ടിട്ടില്ല. 100 വയസ്സ് വരെയൊക്കെ ജീവിച്ച് 2022 സ്വാമിജി ഋഷികേശിൽ അദ്ദേഹം രാവിലെയൊക്കെ ഒത്തിരി അസഹ്യത തോന്നി ഒന്ന് കടന്നു. കുറച്ച് അബോധാവസ്ഥയിലായപ്പോൾ ഈ ശിഷ്യന്മാരൊക്കെ അവിടെ ഒന്ന് നാമം ജപിച്ചു. വൈകുന്നേരം വീണ്ടും കണ്ണു തുറന്ന് ഓ ഓ ഭയങ്കര അവർക്കൊക്കെ തോന്നുന്നത് നിരന്തര പ്രാക്ടീസാണ്. ഈ പ്രാക്ടീസ് നമുക്കും ജീവിതത്തിൽ മാറ്റമുണ്ടാക്കും. നിവർന്നിരുന്ന് ആദ്യം ഞാൻ ചൊല്ലും, പിന്നെ നിങ്ങൾ ചൊല്ലും. എല്ലാവരും നിവർന്നിരിക്കും. ഈ അന്തരീക്ഷം മുഴുവൻ അമൃതധാരണ നടക്കുന്ന അന്തരീക്ഷം, മന്ത്രം കൊണ്ട് വളരെ മുഖരിതമായ അന്തരീക്ഷം, നമ്മളും ആ അന്തരീക്ഷത്തിൽ നിന്ന് ചെല്ലുമ്പോൾ അത്രയും ആ ദൈവിക ശക്തിയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക. എല്ലാവരും ചൊല്ലും. ഒരുമിച്ച് ചൊല്ലാം. എല്ലാവരും ശ്വാസങ്ങളിലേക്ക് എടുത്ത് കണ്ണടച്ച് ഉറക്കെ ചൊല്ലണം. ഈ അന്തരീക്ഷം നമ്മുടെ ഓങ്കാരം കൊണ്ട് നിറയ്ക്കണം. ഓ
കണ്ണടച്ച് ചൊല്ലണം. നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ഓം സർവേഷാം സ്വസ്തിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം പൂർണ്ണം ഭവതു സർവേഷാം മംഗളം ഭവതു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ ഹരി ഓം. കൈമുത്തിരുമി കണ്ണു തുറച്ച് ദേവിയുടെ മനസ്സിൽ കണ്ട് എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യം ഐശ്വര്യങ്ങളുണ്ട്. ഒരിക്കൽ ദേവിയുടെ അനുഗ്രഹം സദാ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും എന്നെ ക്ഷണിച്ച സംഘാടകർക്കും എല്ലാവിധ ഇടങ്ങളെ അറിയിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം. എല്ലാവരും സ്വാമിജി ഭക്തൻ നൽകിക്കൊണ്ട് ആ ചടങ്ങ് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യണം. അതിനുശേഷം ഭക്തജനങ്ങളുടെ ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു, സ്വാമിജിക്ക് ദക്ഷിണ കൊടുക്കണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടായിട്ടുണ്ട്. അതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കുന്നുണ്ട്.
സ്വാമിജിയുടെ കയ്യിൽ നിന്ന് എല്ലാവർക്കും വിഷു കൈനീട്ടം നൽകുന്നതിന് സ്വാമിജി താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനുള്ള അവസരവും ഉണ്ടാവും. എല്ലാവരും മുൻപിലിരിക്കുന്നവര് ഓരോരുത്തരായിട്ട് തിക്കും തിരക്കും കൂടാതെ കണ്ട് അതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ പ്രത്യേകം